എഴുന്നേറ്റു രാവിലെ 6 മണിക്ക് ഒരു വിസിറ്റിങ്ങിന് പോകണമായിരുന്നു. ഞാൻ വിസിറ്റിങ്ങിന് പോയി. 8:30 മണിയോടുകൂടെ വിസിറ്റിംഗ് കഴിഞ്ഞ് വന്നു. ഐ വാസ് പെർഫെക്റ്റ്ലി ഓക്കെ. ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെയാണ് ചർച്ച് വന്നത്. ഉപവാസത്തിൻ്റെ വ്യത്യാസമുണ്ട്, എന്നാൽ അതർവൈസ് എനിക്ക് ആരോഗ്യത്തോടെയാണ് വന്നത്. ഇവിടെ വന്നിരുന്ന ശേഷം എനിക്കിരിക്കാൻ വയ്യാത്തതുപോലെ ഒരു ശാരീരിക അസ്വസ്ഥതയുണ്ടായി. അധികം ആരോടും പറയാതെ ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് അകത്തൊരു റൂമിനകത്ത് പോയി ഒരല്പസമയം കിടന്നു. എൻ്റെ ശരീരം എല്ലാം കൂടെ വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരു സാഹചര്യമായി. ആ സമയത്ത് ബ്രദർ സന്തോഷ് വന്നു. ചായ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചായ വേണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഞാൻ ചായ വാങ്ങി കുടിച്ച് ഞാൻ കിടന്നു. എൻ്റെ വിശ്വാസത്തിൽ ഞാനൊന്ന് ഉറങ്ങി. അത് ഉറക്കമായിരുന്നോ അല്ലായിരുന്നോ എന്ന് ഇപ്പോൾ എനിക്ക് സൂക്ഷ്മം അറിഞ്ഞുകൂടാ. എൻ്റെ വിശ്വാസത്തിൽ ഞാനൊന്ന് ഉറങ്ങി. പെട്ടെന്ന് അപൂർവമായൊരു ദൃശ്യം ഞാൻ കണ്ടു. ഒരു 3 ദൂതന്മാർ റൂമിനകത്ത് വന്നു. ചില മിനിറ്റുകൾ അവരുടെ റൂമിനകത്തുണ്ടായിരുന്നു. ചില മിനിറ്റുകൾ എത്ര സമയം പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം ഞാൻ ദൂതന്മാരെ കാണുന്ന 2ാമത്തെ ഒക്കേഷനാണ് എൻ്റെ ഓർമ്മയിൽ ഇതുപോലെ വിസിബിളായി, ഇതുപോലെ വ്യക്തതയിൽ ദൂതന്മാരെ കാണുന്ന 2ാമത്തെ രംഗം. ഞാൻ ആദ്യത്തെ രംഗവും ഒന്നും കൂടെ പറയാം. 3 പേരും എന്നോട് ഒന്നും സംസാരിച്ചില്ല. ചില മിനിറ്റുകൾ ആ റൂമിനകത്തുണ്ടായിരുന്നു. എനിക്ക് അവരോട് സംസാരിക്കാനോ അവർക്ക് എന്നോട് സംസാരിക്കാനോ സമയം കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ദൂതനെ കണ്ടു. ഞാൻ കേട്ടിട്ടുള്ള വിശദീകരണത്തിനനുസരിച്ച് അത് ഹെബ്രിയലിനെ കണ്ടവരുടെ വിശദീകരണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ട ദൃശ്യവും ഏറെക്കുറെ അത് തന്നെയായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടത് ഹെബ്രിയലിനെയാണ് എന്ന് കരുതുന്നു. ഇപ്രാവശ്യം ആരൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചില മിനിറ്റുകൾക്ക് ശേഷം ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ഒരു മനുഷ്യരൂപത്തിൽ അകത്ത് വരികയും ഒരു 3 അപ്പങ്ങൾ അവിടെ ഒരു മേശപ്പുറത്ത് ഒരു നല്ല പ്ലേറ്റിനകത്ത്, എനിക്കൊന്നൊരു സിൽവറി കളറുള്ള ഒരു പ്ലേറ്റിനകത്ത് ഒരു 3 അപ്പങ്ങൾ എടുത്തു വെക്കുകയും ചെയ്തു. വെച്ച് കഴിഞ്ഞ ഉടനെ ഞാൻ മാത്രമേ റൂമിനകത്തുള്ള വേറെ ആരുമില്ല. ഇതിൽ ഒരു ദൂതൻ എന്നോട് പറഞ്ഞു, ഇത് കൃപാവരങ്ങളാണ്, ഇവിടെ വിതരണം ചെയ്യാനുള്ളതാണ്. 2ാമത് ഒരാളിനെ, അതേ ദൂതൻ തന്നെ ഒരാളിനെ എന്നെ കാണിച്ചു വെച്ച് പറഞ്ഞു, ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. തുടർന്ന് ഞങ്ങളുടെ ഇളയ കൊച്ചുമോൻ വന്ന് എന്നെ വിളിച്ചുണർത്തി. അപ്പച്ചൻ എന്താ അസുഖം വല്ലതും വേണോ, വാങ്ങിച്ചു തരണോ? ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, നീ പോക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവനെ വിട്ടു. ഞാനും എഴുന്നേറ്റ് ഈ ഹാളിനകത്ത് വന്നപ്പോൾ താണ്ടെ ഒരാളിനെ കാണിച്ചു തന്നിച്ച് ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ആൾ തന്നെ ഇവിടെ നിൽക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ബ്രദർ എവിടെ നിന്നാണ് വരുന്നത്? എന്നോട് പറഞ്ഞു പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ബ്രദറിനെ ഒന്ന് കാണണം. അന്നേരത്ത് എനിക്ക് നേരെ നിൽക്കാനുള്ള ആരോഗ്യമില്ലായിരുന്നു. അന്നേരത്തും എൻ്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദൈവസാന്നിധ്യത്തിൻ്റെ വ്യത്യാസം അതൊക്കെയാണ്. തുടർന്ന് അദ്ദേഹം വന്നു. ഇന്ന് വൈകിട്ട് അദ്ദേഹം വന്നു. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. തൻ്റെ ഉദ്ദേശത്തിൻ്റെ ഗൗരവമേറിയ ശുദ്ധി എനിക്ക് മനസ്സിലായി. എന്നോട് പറഞ്ഞു, ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് ജോലി വിട്ടിട്ട് പത്തനംതിട്ട ഏരിയയിലാണ് എൻ്റെ വീട്. കർത്താവിൻ്റെ വേല ഭാരതത്തിൽ ചെയ്യുവാൻ കർത്താവ് എന്നെ അയച്ചതുകൊണ്ട് ഞാൻ ജോലിയും വിട്ടു വന്നതാണ്. ഞാൻ ബ്രദർ ഒന്ന് എഴുന്നേക്കാമോ പ്ലീസ്? എന്നിട്ട് ഇദ്ദേഹത്തെ പരിശുദ്ധാത്മാവിനെ കാണിച്ചത്. അങ്ങനെയാകുമ്പോൾ മറക്കാൻ ഒക്കുകയില്ല, അതുപോലെ കാണാൻ സാധിക്കും. എന്നോട് പറഞ്ഞ് ഞാൻ ഇന്ത്യയിലെ വേലയ്ക്ക് വേണ്ടി വന്നതാണ്. ഒരു ഓർഡിനേഷൻ വേണം, ഒരു ശുശ്രൂഷയുടെ കൈവെപ്പ് വേണം, അതിനു വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഇപ്രാവശ്യം ചർച്ചിനകത്തുള്ളവർക്ക് മാത്രമേ ഒഫീഷ്യൽ പേപ്പേഴ്സ് കൊടുത്ത ഓർഡിനേഷൻ ഉള്ളൂ. കൈവെപ്പ് എല്ലാവർക്കും ഉണ്ട്, ആഗ്രഹിക്കുന്ന സകലർക്കും ഉണ്ട്. പക്ഷേ പേപ്പേഴ്സ് കൊടുക്കുന്നത് ഈ ചർച്ചിനകത്തുള്ളവർക്ക് മാത്രമെന്നാണ് കമ്മിറ്റി പറഞ്ഞത്. ബ്രദറിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ, ഇതൊരു ദൈവദൂതൻ നേരിട്ട് ഇടപെട്ടതായതുകൊണ്ട് ഇവിടുന്ന് ഒരു കോംപ്രമൈസും കാണത്തില്ല, ഞാൻ ചർച്ച് കമ്മിറ്റിയോട് സംസാരിക്കാം. അദ്ദേഹം പറഞ്ഞ എൻ്റെ ഉദ്ദേശമേ അതല്ല, അതിനെനിക്ക് വേറെ സോഴ്സുണ്ട്. എനിക്ക് വേണ്ടത് ഒരു ആത്മീയ കൈമാറ്റമാണ്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി നാളെ പ്രത്യേകിച്ച് കൈവെക്കും. നാളെ ഒരു കൃപാവരങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ വീണ്ടും ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവിന് ചിലതെല്ലാം കൂടെ ചെയ്യാൻ കാണും. ഞാനിത് പറഞ്ഞു വെച്ച് തുടങ്ങുക. ഞാൻ പറഞ്ഞതിന് മുമ്പൊരിക്കൽ ഒരു ദൈവദൂതനെ ഇതുപോലെ ഞാൻ നേരിട്ട് കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. മിക്കവാറും പേര് അറിഞ്ഞിട്ടുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി പറയുക. ആളുകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് എനിക്കറിയാം. ആളുകളെന്ന് പറയാൻ ഒക്കത്തില്ല. ഒരു മനുഷ്യന് നമുക്കെതിരല്ല, ഒരു വൻ ശക്തി, പൈശാചിക ശക്തി നമുക്കെതിരെ കാത്തു നിൽക്കുക. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സഹോദരി വിളിച്ചേച്ച് ഇങ്ങനെ പറഞ്ഞു, ലൂക്കോസിൻ്റെ സുവിശേഷം 11 തോന്നുന്നു, 11:50 ലാസ്റ്റ് വാക്യം
പാസ്റ്ററോട് ദൈവാത്മാവ് ഇടപെടുന്നു എന്ന് പറഞ്ഞു. ഞാൻ പല കാര്യങ്ങളുടെ മുമ്പിലും സൈലൻ്റാ, എന്താണെന്ന് പലർക്കും അറിയത്തില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം പാസ്റ്ററോട് ദൈവം ഇടപെടുന്ന വാക്യമാണ്. ദാറ്റ്സ് ഓൾ. ആ സംസാരവും തിന്നു ഞാൻ ആ വാക്യം എടുത്ത് വായിച്ചു. അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് പരീശന്മാരും ന്യായശാസ്ത്രികളും അവൻ്റെ വായിൽ നിന്ന് വീഴുമെന്ന് അറിയുവാൻ അവൻ്റെ പുറകെ ഉണ്ടായിരുന്നു. അതെന്നോട് ഈ ദിവസങ്ങളിൽ ഇടപെടുന്ന വാക്യമായതുകൊണ്ട് അതിനൊരു ടൈമാണ്. യേശുവിനെ ക്രൂശിക്കുവാൻ അവരാഗ്രഹിച്ചു. അതിന് എന്തെങ്കിലും ഒന്ന് വേണം. യഹൂദന്മാർക്ക് യേശുവിനോട് ഒരു വിരോധവും ഇല്ല. വിരോധം പിശാചിന യഹൂദന്മാരെ ഉപയോഗിച്ചു എന്ന് മാത്രം. അതിനുവേണ്ടി തൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും പിടിക്കുവാൻ അവർ താല്പര്യപ്പെട്ടു. ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ക്രൂശിക്കാതെ വിട്ടില്ല. എൻ്റെ ശുശ്രൂഷയുടെ അവസാന രംഗങ്ങളിലാണ് ഞാൻ വരുന്നത് എന്നെനിക്കറിയാം. അതിൻ്റെ അർത്ഥം ഈ രാത്രി കൊണ്ട് തീരുമെന്നല്ല, ഈ ആഴ്ച കൊണ്ട് തീരുമെന്നല്ല. ദൈവത്തിൻ്റെ സമയം എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ അതുകൊണ്ട് ചെയ്യേണ്ടത് പരമാവധി ചെയ്യണം എന്നെനിക്കും താല്പര്യമുണ്ട്. ഇന്നലെ ഇൻ്റർവ്യൂവിന് വേണ്ടി വന്ന, അല്ലെങ്കിൽ ഓർഡിനേഷൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി വന്ന ഒരാളിനോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ കൊടുത്തു, എന്തുകൊണ്ട് ഇങ്ങനൊരു ചിന്തയുണ്ടായി? പല വർഷങ്ങളായി ഈ ചർച്ചിനകത്തുള്ള ആളാണ്. ഔദ്യോഗിക നിയമം അനുസരിച്ച് ഈ ചർച്ചിനകത്തുള്ളവർക്ക് കൊടുക്കാം, അവരർഹിക്കുന്നെങ്കിൽ കൊടുക്കാം, അതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഞാൻ അയാളോട് ചോദിച്ചു, സിസ്റ്റർ, ഞാൻ തന്നെയാണ് ചോദിച്ചത്, എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളിലെങ്ങും തോന്നാതിരുന്ന ബുദ്ധി ഇപ്പം തോന്നിയത് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ കൊടുക്കണമെന്ന്? എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പ്രയാസമാണ്, എല്ലാവരുടെയും മുമ്പിൽ പരസ്യമായിട്ട് പറയണം. ഞാൻ പറഞ്ഞു, നിശ്ചയമായിട്ടും പറയണം. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഒരു ദർശനത്തിൽ ദൈവം എന്നോട് ഇടപെട്ടു, പാസ്റ്റർക്ക് ഇനി അധികം നാളില്ല, അതുകൊണ്ട് തീരുന്നതിന് മുമ്പേ എനിക്കൊരു കൈവെപ്പ് വേണം. ഞാൻ പറഞ്ഞു, അതിനാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഒന്നും വേണ്ട, അത് കയ്യിലിരിക്കട്ടെ. ശനിയാഴ്ച രാവിലെ വെള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വാ, ജീവിതത്തിൽ ആവശ്യമുള്ള പ്രമാണങ്ങൾ മതി, ഒരു കൈവെപ്പുണ്ടായിരിക്കും. ഞാൻ പറയാൻ വന്നത്, കൃപാവരങ്ങൾ എന്ന ആശയത്തിൽ ഒരു ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ചിലരെ നിയോഗിക്കുന്ന നാളുകളാണ്. ഒരു വശത്ത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായി പൈശാചിക വ്യാപാരങ്ങൾ ഒരുപോലെ ഉയരും. മറുവശത്ത് ദൈവത്തിന് ചെയ്യുവാനുള്ളത് കണിക വ്യത്യാസമില്ലാതെ ദൈവം ചെയ്യും. ഇന്ന് രാത്രിയിൽ കൃപാവരങ്ങളെക്കുറിച്ചും വ്യത്യസ്ത ദൈവകൃപയെക്കുറിച്ചും ചിന്തിച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ബാക്കി പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കുന്നത്. ചിന്തിച്ച് തുടങ്ങിയ ശേഷം ഇപ്പം തന്നെ ഏതാണ്ട് 7:45 കൂടിയാൽ 9 മണിക്കകം നിർത്തണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ 1.25 മണിക്കൂറാണ് എനിക്ക് കിട്ടുന്നത്. അതിനോടകം പരിശുദ്ധാത്മാവ് തരുന്ന ആ അളവിൽ പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതുപോലെ എൻ്റെ കണ്ണിന് കാഴ്ച കുറവുണ്ട്, എൻ്റെ ഓർമ്മയ്ക്ക് ഒത്തിരി കുറവുണ്ട്. എൻ്റെ ഓർമ്മ ഒന്നും കൂടെ വർദ്ധിപ്പിച്ചു തരാൻ ഒരുപാട് ദൈവദാസന്മാർ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞാനും പ്രാർത്ഥിച്ചു. ഒരു വശത്ത് ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാളിന് ഒത്തിരി ദൈവിക ഇടപെടലുകളുണ്ടായി. ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാളിന് നല്ല ഓർമ്മ നിർബന്ധമായും വേണം. എനിക്കിത് നഷ്ടപ്പെടുന്നിടത്തോളം എൻ്റെ ലീഡർഷിപ്പ് കപ്പാസിറ്റി കുറയുകയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനീ പറയുന്ന രഹസ്യമായിട്ടൊരു പരസ്യ സ്ഥലത്ത് ലോകത്തിൻ്റെ മുമ്പിലാണ് ഞാനിത് പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റി എന്നെ ശ്രദ്ധിക്കുന്നു എന്ന് എനിക്കറിയാം. പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു മറുപടി, ഓർമ്മശക്തി ഉള്ളവരെക്കാൾ ഇല്ലാത്തവർക്ക് കൃപാവരങ്ങൾ കൂടുതൽ കൈകാര്യം ചെയ്യാം. എന്നോടൊരാൾ ഇന്നൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് 1 മണിക്കൂർ കഴിയുമ്പം എല്ലാം മറ്റും ഓർത്തൊന്നും വരത്തില്ല. മറുവശമുണ്ട്, ഞാൻ പറഞ്ഞതും മറന്നു പോകും. ഞാൻ ആളുകളോട് പറയാറുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചെന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം. കാര്യം ഞാൻ പറഞ്ഞതല്ലെന്ന് പറയത്തില്ല, പലതും ഞാൻ മറന്നു പോകും. പക്ഷേ ഓർമ്മയിൽ നിന്ന് എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യുന്നതിനേക്കാൾ അതില്ലാതെ ഒരു മൺപാത്രത്തെ ദൈവം ഉപയോഗിക്കുന്നെങ്കിൽ അതായിരിക്കും നല്ലത്. വായനയിൽ എനിക്കുള്ള പ്രയാസം കൊണ്ട് ഞാൻ ബൈബിൾ വായിക്കാനും മറ്റുമായി കമ്പ്യൂട്ടർ ഉപയോഗിക്കും. ദയവായി ക്ഷമിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായത്, ഇവിടെ നിന്ന് ഞാൻ കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യായിരുന്നു. പാസ്റ്റർ VT എബ്രഹാം നടത്തുന്ന അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മലബാർ ഡിസ്ട്രിക്റ്റിൻ്റെ കൺവെൻഷന് വേണ്ടി ചെല്ലണം എന്നോട് പറഞ്ഞിരുന്നു. പല വർഷങ്ങൾക്ക് പുറകിലാണ് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചെല്ലാമെന്നും പറഞ്ഞു. എനിക്കിതിനിടയ്ക്ക് ഒരു വിദേശയാത്ര ഉണ്ടായിരുന്നു. ആ വിദേശയാത്ര കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ 11 മണിക്ക് ഞാൻ ഇവിടെ എത്തും. പിറ്റേ ദിവസമാണ് എനിക്ക് കോഴിക്കോട്ടെ മീറ്റിംഗ്, അതിനുവേണ്ടിയാണ് പോകേണ്ടത്. പിറ്റേ ദിവസം രാത്രിയിൽ അവിടെ ചെന്നാൽ മതി. അതിനനുസരിച്ച് ഞാൻ ബസ്സും ബുക്ക് ചെയ്തിരുന്നു. ഞാൻ രാവിലെ 11 മണിക്ക് വിദേശയാത്ര കഴിഞ്ഞ് ബാംഗ്ലൂരിൽ തിരിച്ചു വന്നാൽ അന്ന് രാത്രിയിൽ ഉറങ്ങി വിശ്രമിച്ച ശേഷം പിറ്റേ ദിവസം രാവിലെ 5-നോ 5:30-ക്കോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബസ്സുണ്ട്. അതിന് കയറി കോഴിക്കോട്ട് ഇറങ്ങാം. അന്ന് എനിക്ക് ബസ് യാത്ര ചെയ്യാൻ ഒരു പ്രയാസവുമില്ല. അതിനനുസരിച്ച് ബസ്സിൻ്റെ റിസർവേഷനും എടുത്ത ശേഷമാണ് ഞാൻ വിദേശത്ത് പോയത്. തിരിച്ചു വരുന്ന വഴിക്ക് ഫ്ലൈറ്റ് മിസ്സായി.
രാവിലെ 11 വരേണ്ട ഞാൻ രാത്രി 11 വന്നത്. പിന്നെ അത്ര ഒരു ദിവസം മുഴുവനും ഒരു പകൽ മുഴുവനും 2 എയർപോർട്ടിലായിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഒട്ടും വിശ്രമിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് യാത്ര ചെയ്യുന്നവർക്കൊക്കെ അറിയാം. അത്രയും ലേറ്റായി വന്ന ശേഷം വീണ്ടും രാവിലെ 5 മണിക്ക് പോകണമെങ്കിൽ 4 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പാസ്റ്റർ വി ടി അബ്രഹാമിനെ വിളിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ എൻ്റെ ഇൻകമിങ് ഫ്ലൈറ്റ് ഒത്തിരി ലേറ്റായി പോയി, ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, പകൽ വിശ്രമിക്കേണ്ടതായിരുന്നു, എനിക്ക് സാധിച്ചില്ല, ദയവായി എൻ്റെ ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു തരണം, എനിക്ക് എടുക്കാൻ ഒക്കത്തില്ല, മാറ്റിത്തരണം. അദ്ദേഹം പറഞ്ഞു, കൂടുതലൊന്നും സംസാരിക്കേണ്ട, എളുപ്പം കിടന്ന് ഉറങ്ങി വെച്ചു, രാവിലെ ഇഞ്ഞു പോരെ, വൈകിട്ടത്തെ മെസ്സേജ് നീ തന്നെയാണ്, മാറ്റാൻ ഒക്കത്തില്ല. പിന്നെ പോയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ പോയി. ഞാനിവിടുന്ന് ബസ്സിൽ കയറി. പല പ്രാവശ്യം ഞാൻ അനേക സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റാണ്. ബസ്സിൽ കയറി. ബസ് സിറ്റിയുടെ ലിമിറ്റ് വിടുന്നതിന് മുന്നമേ ഒരു 10 മിനിറ്റിനകം ബസ് ഓടിത്തുടങ്ങി. ഒരു പ്രൈവറ്റ് ബസ്സാണ്, ലക്ഷറി ബസ്സാണ്. 10 മിനിറ്റിനകം തന്നെ അതിനകത്തുനിന്ന് എന്തോ ഓടിയുന്ന ഒരു ശബ്ദം കേട്ടു. പെട്ടെന്ന് ബസ് നിർത്തി. ആ ബസ്സിൻ്റെ അകത്ത് തന്നെയായിരുന്നു ബോണറ്റ്. അതുകൊണ്ട് ഡ്രൈവർ ഇറങ്ങി ബോണറ്റ് തുറന്നു, എന്തൊക്കെയോ നോക്കി പറഞ്ഞു, ഇതിൻ്റെ ടോപ്പ് ഗിയർ പൊട്ടിപ്പോയതാണ്, അതുകൊണ്ട് ഈ ബസ്സിൽ കയറിയവരെല്ലാം കൊടുത്ത പൈസയും വാങ്ങിച്ച് തിരിച്ചു പോയിക്കോ, സിറ്റി ലിമിറ്റിനകത്ത് തന്നെയാണ്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബസ്സിന് പോകാം, കൊടുത്ത ഇത് വാങ്ങിച്ചിട്ട് തിരിച്ചു പോകും. ആ മോളെ എന്നെ ഒന്ന് കാണണം, ഇത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒന്ന് കാണണം. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇത് സിറ്റി ലിമിറ്റ് വിട്ടിട്ടില്ല, സിറ്റി ലിമിറ്റിൻ്റെ അകത്ത് തന്നെയാണ്, അതുകൊണ്ട് പോകേണ്ടവർക്കെല്ലാം പോകാം, എല്ലാവരുടെയും പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. കൂട്ടത്തിലെ ഡ്രൈവർ ഇങ്ങനെ പറഞ്ഞു, ഇനി ഇത് സ്പീഡിൽ പോകത്തില്ല, ആളുകളോട് വിശദീകരണം പറഞ്ഞു, ഇനി ഇത് സ്പീഡിൽ പോകത്തില്ല, പതുക്കെ പതുക്കെ ഓടിച്ച് കോഴിക്കോട് കൊണ്ട് കൊടുക്കണം, അത്ര ഒക്കത്തുള്ളൂ. ഞാനിത് കേട്ടുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിന്ന് പോകുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു, സാറേ പോകും, അതർവൈസ് 1 മണിക്ക് മുമ്പേ എത്തേണ്ട ബസ്സാണ് കോഴിക്കോട്ട്, പക്ഷേ ഇതിന്ന് 5 മണിയാകാതെ കോഴിക്കോട്ട് ചെല്ലത്തില്ല, കാര്യം ടോപ്പ് ഗിയർ പൊട്ടിപ്പോയി. ഇതിൻ്റെ ഓണർ കോഴിക്കോട്ടുകാരനായതുകൊണ്ട് അവിടെ കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 5 മണിക്ക് മുമ്പേ കോഴിക്കോട്ടില്ല, എനിക്ക് രാത്രിയിലെ മീറ്റിംഗ് ഉള്ളൂ, ഞാൻ ഇതിലിരുന്നോട്ടെ, എനിക്കിനി വേറൊരു ബസ് തപ്പി പിടിക്കുന്ന ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അൺറിസർവ്ഡ് ബസ്സിന് പോകണം, ഇതിലിരുന്നോട്ടെ എന്ന് ചോദിച്ചു. ഇരുന്നോളാൻ പറഞ്ഞു. ഞാനും എന്നെപ്പോലെ രണ്ടാമതൊരാളും ഉണ്ടായിരുന്നു അതേ ബസ്സിൽ പോകാൻ. അദ്ദേഹത്തിനും പ്രത്യേകിച്ച് പകൽ പണിയൊന്നും കാണത്തില്ല. ഞങ്ങൾ 2 പേരെ ബസ്സിനകത്തിരുന്നു. ബസ് സിറ്റി ലിമിറ്റ് വിട്ട് കാണാം, എനിക്ക് സൂക്ഷ്മം അറിഞ്ഞുകൂടാ. ഇതിനോടകം ഒരു ബോധക്ഷയം എനിക്കുണ്ടായി. ഉറങ്ങിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ബോധം കെട്ടതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ബസ്സിനകത്ത് വീണു. പിന്നെ എനിക്ക് ബോധം വീഴുന്നത് 4 മണി കഴിഞ്ഞിട്ടാണ്. രാവിലെ 6:30 മണിയോടുകൂടെ ബോധം പറഞ്ഞ് എനിക്ക് വീണ്ടും ബോധം വീഴുന്നത് വൈകിട്ട് 4 മണി കഴിഞ്ഞിട്ടാണ്. എന്നിട്ടാരും എന്നെ എന്തുകൊണ്ട് ബസ്സിനകത്ത് നോക്കിയില്ല. 2 പേര് ബസ്സിനകത്തുണ്ട്, ഡ്രൈവറുമുണ്ട്, ഒരു സഹയാത്രികനുമുണ്ട്. എന്നിട്ട് എന്നെ ആരും തിരിഞ്ഞു പോലും നോക്കിയില്ല. എന്തേ കാരണമെന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു. പിന്നെ മനസ്സിലായി. ഞാൻ ആ കിടക്കുന്ന കൂട്ടത്തിൽ ഒരു മനുഷ്യൻ എൻ്റെ അടുക്കൽ വരുന്നത് കണ്ടു. ശ്രദ്ധിച്ച് കേട്ടോ, ഗ്ലോബൽ മലയാളി കമ്മ്യൂണിറ്റി അറിഞ്ഞോട്ടെ. കറുത്ത പാൻറ്റും വെളുത്ത ഷർട്ടും ടക്കിൻ ചെയ്ത ഒരു മനുഷ്യൻ, ഹാഫ് സ്ലീവ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മനോഹര രൂപിയായ സൗന്ദര്യരൂപിയായ ഒരാൾ എൻ്റെ അടുക്കൽ അടുത്ത് വന്ന് തനി മലയാളത്തിൽ എന്നോട് ചോദിച്ചു, സൃഷ്ടിയിൽ നല്ലത് എന്ന് ദൈവം കാണാഞ്ഞത് എന്തുവാ? ഞാൻ പറഞ്ഞു, എല്ലാം നല്ലതെന്ന് കണ്ടു. അദ്ദേഹം പറഞ്ഞല്ല, സൃഷ്ടിയിൽ ദൈവം നല്ലതെന്ന് കാണാഞ്ഞത് എന്ത്? പലരും പ്രസംഗിച്ച് കേട്ടിട്ടുള്ള ഒരാശയം ഞാൻ പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. എന്നോട് പറഞ്ഞു, അതല്ല, സൃഷ്ടിയിൽ നല്ലതെന്ന് ദൈവം കാണാഞ്ഞത്. ഞാൻ പറഞ്ഞു, എല്ലാം നല്ലതെന്ന് കണ്ടു. എനിക്ക് അത്ര ഓർമ്മയുള്ളായിരുന്നു. ഞാൻ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം ഞങ്ങൾ ഇരിക്കുന്ന സീറ്റിൻ്റെ മുകളിൽ ലഗേജ് വയ്ക്കുന്ന ഒരു പൊസിഷനുണ്ട്, അതിനെ ഹാറ്റ് ട്രാക്ക് എന്നാണ് വിളിക്കുന്നത്. ഹാറ്റ് ട്രാക്കിൽ നിന്ന് എൻ്റെ പെട്ടി തുറന്ന് എൻ്റെ ബൈബിൾ പുറത്തെടുക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ ബൈബിൾ സൂം ചെയ്തു, എൻലാർജ് ചെയ്തു, വലുതാക്കി. ആ കിടപ്പിൽ കിടക്കുന്നുകൊണ്ട് കാണത്തക്കതിന് വണ്ണം വലുതാക്കി കാണിച്ചു. വായിക്കാൻ പറഞ്ഞു, ഉൽപ്പത്തി 1:1 മുതൽ. അദ്ദേഹം തുറന്നു തന്നു, ഞാൻ വായിച്ചു. 2-ാമത്തെ ദിവസം വെള്ളത്തിനും മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വിധാനത്തിന് ദൈവം ആകാശമെന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. നല്ലതെന്ന് കണ്ടതായി അവിടെ എഴുതിയിട്ടില്ല. അടുത്ത ചോദ്യം, നല്ലതെന്ന് പറയാഞ്ഞത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞ് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ ബൈബിൾ അദ്ദേഹം എവിടെ വെച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞ് എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞു, നല്ലതല്ലാത്ത അത് ആത്മാക്കളാണ്, അശുദ്ധാത്മാക്കൾ, നല്ലതല്ലാത്ത ചിലത് അവിടെ ഉണ്ട്.
ഇന്ന് ഹാനോക്കിൻ്റെ രണ്ടാം സ്വർഗം എന്ന ആശയം കിട്ടിയപ്പോൾ കഴിഞ്ഞതിന് മുമ്പിലത്തെ ഞായറാഴ്ച ഞാനിവിടെ പരസ്യമായി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പണ്ടൊരു വിശദീകരണം കിട്ടിയതിൻ്റെ അടുത്ത പടി, മറ്റേ വിശദീകരണം ഒരു 20 വർഷത്തിന് മുമ്പാണ്. അതിൻ്റെ അടുത്ത പടിയാണ് ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നത്. കാലാകാലങ്ങളിലായി ദൈവം തരുന്ന വെളിപ്പാടുകൾക്കായി സ്തോത്രം. തുടർന്ന് അദ്ദേഹം എനിക്ക് ഏതാണ്ട് 4 മണി വരെ ആകാശത്തുള്ള വ്യത്യസ്ത ശക്തികൾ, അതിനെതിരെ പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥന ഉയരത്തിൽ കയറുവാൻ തക്കവണ്ണം അദ്ദേഹം ഒന്ന് പറഞ്ഞു തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ ശക്തികളൊക്കെയും നിൻ്റെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തേണ്ടതിനാണ്, നിൻ്റെ പ്രാർത്ഥന ഉയരത്തിൽ കയറാതെ വണ്ണം തടസ്സപ്പെടുത്തേണ്ടതിനാണ് ഈ ശക്തികളൊക്കെയും. ഇവയുടെ നടുവിലൂടെ നിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിൽ കയറണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് തൊടാൻ എനിക്ക് ഒക്കത്തില്ല. 4 മണി വരെ അദ്ദേഹം എന്നോട് സംസാരിച്ചു. സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. 4 മണിക്ക് പെട്ടെന്ന് എനിക്ക് ബോധം വീണപ്പോൾ ഞാൻ ചർച്ചിൻ്റെ ഫ്യൂസ് ലാഗിൽ എൻജിൻ കഴിഞ്ഞ് പുറകിലോട്ടുള്ള ഭാഗത്ത് ആളുകൾ ഇരിക്കുന്നതിനിടയ്ക്ക് 2 സീറ്റുകളുടെ ഇടയിലായി കിടന്നുരുളുക, ശരീരം മുഴുവൻ പൊടി പിടിച്ചിട്ടുണ്ട്. ഞാനിവിടുന്ന് പെട്ടെന്ന് എഴുന്നേറ്റു. സമയം 4 മണി കഴിഞ്ഞു. എന്നോട് പറഞ്ഞിരുന്നത് എന്തോ കോയപ്പാലത്തിൻ്റെ ഇവിടെ ഇറങ്ങണമെന്നാണ്. കോഴിക്കോടുകാർ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കറിയാം. കോഴിക്കോട് കോയപ്പാലത്തിൻ്റെ അടുക്കൽ ഇറങ്ങണമെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് ഡ്രൈവറുടെ ക്യാബിനിലേക്ക് ഞാൻ നടന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ സഹയാത്രികനായി ഇരുന്ന മനുഷ്യൻ തൻ്റെ അവിടെ ഡ്രൈവറുടെ ക്യാബിൻ്റെ അവിടെ ഇരിപ്പുണ്ട്. അയാൾ എന്നോടൊരു നല്ല ചോദ്യം ചോദിച്ചു. രാവിലെ ചാരായം കുടിച്ച് വെച്ചാണോ വണ്ടിയെ കയറുന്നതെന്ന് ചോദിച്ചു. അവർക്ക് 2 പേർക്ക് തോന്നിയത് ഞാൻ ചാരായം കുടിച്ച് വെച്ച് കയറി വീണ് കിടക്കുക എന്നാ. അതുകൊണ്ട് കൃപയാൽ ആരും എന്നെ തൊടാൻ വരാഞ്ഞത്. ദൈവം അവരുടെ ബുദ്ധിയെ അഫലമാക്കി എന്നോട് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. തുടർന്ന് ഞാൻ ഡ്രൈവരോട് ചോദിച്ചു, കോയപ്പാലം അടുത്തെന്ന് ചോദിച്ചു. പറഞ്ഞു അടുത്ത 15 മിനിറ്റ് ഉണ്ട് കോയപ്പാലം സാറേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കോയപ്പാലത്തിൽ എനിക്ക് ഇറങ്ങണം, ഇത് എന്നതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പെട്ടെന്ന് ഞാൻ പാസ്റ്റർ വി ടി അബ്രാമിനെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ കോയപ്പാലത്തിന് അടുക്കലായി, ഇവിടെ അടുത്തെത്തി. പുള്ളി പറഞ്ഞു ഒത്തിരി വിളിച്ചു, നിന്നെ കിട്ടിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ബസ്സിലുണ്ടായിരുന്നു, ഫോൺ എടുത്തില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, എടുത്തില്ലെന്ന് അങ്ങർക്കറിയാം. അന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ട പലതും ഇന്നെൻ്റെ ഓർമ്മയിലുണ്ട്. തുടർന്ന് ബില്ലി ഗ്രഹാം അവതാരിക എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഞാൻ വിട്ടുവല്ലോ. ഏഞ്ചൽസ് ഓൺ അസൈൻമെൻറ്റ്. ഏഞ്ചൽസ് ഓൺ അസൈൻമെൻറ്റ് എന്നൊരു പുസ്തകം ബില്ലി ഗ്രഹാമാണ് അതിൻ്റെ അവതാരിക എഴുതിയത് എന്ന് പറഞ്ഞാൽ മാന്യരായ വ്യക്തികൾ പറഞ്ഞ അല്ലെങ്കിൽ ഉദ്ധരിച്ച ആശയങ്ങളാണ്. ആ പുസ്തകത്തിനകത്ത് എബ്രിയേലിനെ കണ്ട ഒരാളിൻ്റെ ലേഖനമുണ്ട്. എങ്ങനെയായിരുന്നു സംസാരം, അതിനാണ് ബില്ലി ഗ്രഹാം ഫോർവേഡ് എഴുതി അയച്ചത്. ഇറ്റ് ഈസ് റൈറ്റ്. അദ്ദേഹം ബില്ലി ഗ്രഹാമിൻ്റെ ആശയമാണ്. ഞാൻ പറഞ്ഞത് 2 പേര് മാത്രം അറിയുന്ന, അല്ലെങ്കിൽ ഞാൻ മാത്രം അറിയുന്ന ഒരു കൊച്ചു വിശദീകരണത്തിനല്ല ഞാൻ വരുന്നത്, വളരെ പരസ്യമായിട്ടതാണ്. ബില്ലി ഗ്രഹാം അദ്ദേഹത്തെ കണ്ടവർ, എബ്രിയേലിനെ കണ്ടവർ ഈ തലമുറയിൽ എബ്രിയേലിനെ കണ്ടവർ മുഴുവനും കണ്ടത് ഒരു ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ഷർട്ടും, മുറിക്കൈയുള്ള വൈറ്റ് ഷർട്ടും ടക്കിൻ ചെയ്ത്, ഞാൻ ടക്കിൻ ചെയ്തല്ല നിൽക്കുന്നത്, ഞാൻ എബ്രിയേലല്ല, അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയിലാണ് ഞാൻ കണ്ടത്. കണ്ടവരെല്ലാം ഈ തലമുറയിലും കഴിഞ്ഞ തലമുറയിലും കണ്ടിട്ടുള്ളവരെല്ലാം അങ്ങനെയാണ് കാണുന്നത്. വ്യത്യസ്ത രൂപങ്ങളിൽ ദൈവം പലർക്കും വെളിപ്പെടും. വ്യത്യസ്ത രൂപങ്ങളിൽ ദൈവദൂതന്മാരെ അയക്കും. എന്നാൽ കാണാൻ പരിചയമുള്ള കോമൺ രൂപങ്ങൾ ദൈവം പലപ്പോഴും ഉപയോഗിക്കും. കാര്യം നമ്മുടെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയാണ്. ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ ജീവിതത്തിൽ ഇന്ന ക്രമീകരണങ്ങൾ വേണം, ഇന്ന വ്യത്യാസങ്ങൾ വേണം എന്ന് പറയുന്നതിൻ്റെ പുറകിൽ ഒരാത്മപ്രേരണയുണ്ട്. എല്ലാവരുടെയും കയ്യിൽ നിന്ന് ദൈവം പ്രാർത്ഥന അംഗീകരിക്കത്തില്ല. ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പറയാനല്ല തുടങ്ങുന്നത്, കൃപാവരങ്ങളെക്കുറിച്ച് പറയാനാണ്. ദൈവം എല്ലാവരുടെയും കയ്യിൽ നിന്ന് പ്രാർത്ഥന അംഗീകരിക്കുകയില്ല. പണ്ടൊരിക്കൽ പാസ്റ്റർ വി എ തോമസ് പറഞ്ഞ ഒരു ചെറിയ സംഭവം ഞാൻ ഇതിനോട് ചേർക്കട്ടെ. പാസ്റ്റർ വി എ തോമസ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം വിശന്ന്, വി എ തോമസിനെ ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാ, കഴിഞ്ഞ തലമുറയിൽ കേരളത്തിൽ നന്നായി പ്രസംഗിച്ചിരുന്ന ആശയഗംഭീരനായ ഒരു മനുഷ്യനായിരുന്നു പാസ്റ്റർ വി എ തോമസ്. തികഞ്ഞ ദൈവകൃപയും ദൈവികമായ അലങ്കാരങ്ങളും ചേർത്ത് അദ്ദേഹം തൻ്റെ വിഷയങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ബാംഗ്ലൂരിലും വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ 3-4 മാസങ്ങൾ അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് കേരളത്തിൽ, എൻ്റെ വീടിൻ്റെ അടുക്കലായിരുന്നതുകൊണ്ട് അവിടെ മുതൽ ഞങ്ങൾ തമ്മിൽ അറിയുമായിരുന്നു. വി എ തോമസ് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്ന പലതും എനിക്ക് ഓർമ്മയുണ്ട്. ദൈവദൂതന്മാരുടെ ഇടപെടലുകളും മറ്റും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ ഇടപെടുന്നത് എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം. അദ്ദേഹം പറഞ്ഞു, നിനക്ക് നന്നായി വിശക്കുന്നുണ്ടെന്നിരിക്കട്ടെ, നീ നടന്നു പോകുമ്പോൾ നിൻ്റെ ഒരു സ്നേഹി ചായക്കട കണ്ടു. ചായക്കടയിൽ
കണ്ണാടി പാത്രത്തിനകത്ത് വെച്ചിരിക്കുന്ന, കണ്ണാടി അലമാരിക്കകത്ത് വെച്ചിരിക്കുന്ന പലഹാരങ്ങൾ കാണും, വേറെടുത്ത് ചായ അടിക്കുന്ന പാത്രങ്ങൾ കാണും, അവിടെ വെള്ളം തിളയ്ക്കുന്നുണ്ടാവും, ഇങ്ങനെ പലതുമുണ്ട്. അദ്ദേഹം പറഞ്ഞ പാത്രത്തിനകത്തൂടെ, കണ്ണാടിക്കകത്തൂടെ നോക്കുമ്പോൾ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരം, അദ്ദേഹം പറഞ്ഞ നെയ്യപ്പമാണ്. നല്ല നെയ്യപ്പം തന്നെ അടുക്കി വെച്ചിരിക്കുന്നു. നോക്കിയപ്പോഴേ ചായക്കട നടത്തുന്നയാൾ നിൻ്റെ ആത്മാർത്ഥ സ്നേഹിതനാണ്, ഒന്നിച്ചു പഠിച്ചതാണ്, വർഷങ്ങളായി കണ്ടിട്ടില്ല. പെട്ടെന്ന് നിന്നെ കണ്ട ഉടനെ അദ്ദേഹം വിളിച്ചു, എടാ കൂവേ, നിന്നെ കണ്ടിട്ട് എത്ര നാളായാലും, ഇങ്ങോട്ട് കയറി വാ, ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചു. നിനക്കാണെങ്കിൽ നന്നായി വിശക്കുന്നുണ്ട്, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം നെയ്യപ്പമാണ്, അത് നിനക്ക് ഉണ്ടാക്കി അടുക്കി വെച്ചിരിക്കുന്നത് കണ്ണാടിപ്പാത്രത്തിൽ കൂടെ കാണാം. എന്നിട്ട് നെയ്യപ്പം ആദ്യം തരാൻ പറഞ്ഞു. അയാൾ നെയ്യപ്പം എടുത്തപ്പോഴാണ് ശ്രദ്ധിച്ചത്, അയാളുടെ കയ്യിൽ കുഷ്ഠം വന്ന് ആ കൈ അളിഞ്ഞിരിക്കുക. പെട്ടെന്ന് ശ്രദ്ധിച്ചത്, അയാളുടെ കയ്യിൽ കുഷ്ഠം വന്ന് ആ കൈ അളിഞ്ഞിരിക്കുക. ആ ചലമുള്ള കൈ കൊണ്ട് നിനക്കേറ്റവും ഇഷ്ടമുള്ള ആ മനുഷ്യൻ, നിനക്കേറ്റവും വിശപ്പുള്ള സാഹചര്യത്തിൽ നിനക്കിഷ്ടമുള്ള നെയ്യപ്പം തന്നാൽ നീ വാങ്ങിച്ചു തിന്നുമോ? മറുപടി അദ്ദേഹം തന്നെ പറഞ്ഞു, തിന്നത്തില്ല, കാരണം ആ തരുന്ന കൈകൾ ശുദ്ധമല്ല. ഇതുപോലെ നാം കഴിക്കുന്ന പല പ്രാർത്ഥനകളും ദൈവം അംഗീകരിക്കാത്തതിൻ്റെ കാരണം, വഴിയിലുള്ള ശക്തികൾ തടയുവാൻ കാര്യം ആ കൈകൾ ദൈവത്തിന് അംഗീകാര്യമല്ല. ഞാൻ ഇത് പറയാൻ വേണ്ടി അല്ല വന്നത്. പലരുടെയും ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മൈനർ ക്രമീകരണങ്ങൾ പലപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ, ആവശ്യപ്പെടുന്നെന്ന് പറയാൻ ഒക്കുകയില്ല, ഞാൻ സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള കാരണങ്ങളിൽ ചിലത് ഇതാണ്. ഈ വ്യക്തിയും ദൈവവും തമ്മിലുള്ള ബന്ധം ഉറച്ചെങ്കിൽ മാത്രമേ ഈ ദുഷ്ടമണ്ഡലം കഴിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനകൾ പോകത്തുള്ളൂ. ഞാനിവിടെ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുക്കുമ്പോൾ, ഇതിൻ്റെ ആരംഭ ദിവസങ്ങളിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരു കൊച്ചു ചരിത്രം പറഞ്ഞു. ഇതിനകത്ത് പിന്നെ പോകാനൊക്കത്തുള്ളൂ, പരിശുദ്ധാത്മാവ് നയിക്കുന്ന പോലെ ആയിരിക്കും ഞാൻ പോകുന്നത്. ഞാനൊരു സംഭവം പറഞ്ഞത് ഓർമ്മയുണ്ട്. സാത്താനെ സേവിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അനുഭവ ചരിത്രം പറയുകയും തൻ്റെ 16-ാമത്തെ വയസ്സ് മുതൽ ലൂസിഫർ തന്നെ ഉപയോഗിക്കുകയും ചെയ്ത, ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല, അദ്ദേഹം എഴുതിയ ഒരു ലേഖനം ഇവിടെയുള്ള ഒരു ആൻറ്റി എനിക്ക് ഫോർവേഡ് ചെയ്ത്, ആൻറ്റി ഇന്ന് വന്നിട്ടുണ്ട്. ആൻറ്റി ഒന്ന് എഴുന്നേക്കാൻ ആളുകൾ, ഞാൻ ഒത്തിരി പ്രാവശ്യം ആൻറ്റിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, എൻ്റെ ഉണ്ട്, പേരുണ്ട്, ഇരുന്നു. താങ്ക് യു. ആ ആൻറ്റി എനിക്ക് അയച്ചേ. ഓക്കെ, ആ ആൻറ്റി എനിക്ക് അയച്ചു. ആൻറ്റിയുടെ പേര് എൻ്റെ ഇതിലുണ്ട്, മൊബൈലിലുണ്ട്. ആൻറ്റി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെയിൽ അയക്കും, ഞാൻ മറുപടി അയക്കും, ഓർമ്മ എത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് പേരിപ്പോൾ ഓർക്കാത്തത്. എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ തമ്മിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്തിരുന്നു, പ്രാർത്ഥിക്കാം എന്ന് ഞാൻ പറയുകയും ചെയ്തിരുന്നു. ഞാൻ അത് അത്രയും ഓർക്കുന്നുണ്ട്. ഓക്കെ, ഒരു മനുഷ്യൻ്റെ ചരിത്രം അദ്ദേഹം പറഞ്ഞത് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്തു. അതിനകത്തൊന്ന്, സാത്താൻ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥനയെ നിർത്തിക്കളയാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നതായിരുന്നു, എന്തെങ്കിലും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യം. അദ്ദേഹം പറഞ്ഞത്, ചില ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സാരമായ ഓർമ്മ അയക്ക് കൊടുത്താൽ മതി, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഓർമ്മ വന്നാൽ പിന്നെ പ്രാർത്ഥന ശരിയാകില്ല, ഇത് തന്നെ അങ്ങ് ഓർത്തുകൊണ്ടിരിക്കും. അത് ചിലർക്ക് ചില പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാൻ. അയാൾ പറഞ്ഞ 1-2 ഉദാഹരണങ്ങൾ. ചിലർക്ക് കാപ്പിയോട് ഭയങ്കര താല്പര്യമാണ്, കാപ്പി എന്ന് ഓർപ്പിച്ചാൽ മതി, പിന്നെ കാപ്പി കുടിക്കാതെ പുള്ളി പ്രാർത്ഥിക്കത്തില്ല. അപ്പോൾ കാപ്പി കുടിക്കാൻ പോകുന്ന പരുവത്തിന് പ്രാർത്ഥന അന്തരീക്ഷം ഞാനങ്ങ് മാറ്റും, പിന്നെ അവൻ പ്രാർത്ഥന നടക്കില്ല. ചിലരെ ഫോണൊന്ന് ഓർപ്പിച്ചാൽ മതി, പിന്നെ ആർക്കൊക്കെ ഫോൺ ചെയ്യാതെ അവന് പിന്നെ ഇരിക്കത്തില്ല. അപ്പം അങ്ങനെ ഫോൺ ചെയ്തേച്ച് വരുമ്പോഴത്തേക്ക് ഈ മൂടുമേ മാറ്റിയിരിക്കും, അന്തരീക്ഷം മാറ്റിയിരിക്കും. ഇങ്ങനെയൊക്കെയാണ് പലരെയും ഞാൻ അലോസപ്പെടുത്തുന്നത്, അവരുടെ പ്രാർത്ഥനാ ജീവിതം തകർക്കുന്നത്. ഇത് കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു, നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും മുകളിൽ ഇതെല്ലാം അതിജീവിച്ചൊരുത്തൻ പ്രാർത്ഥിച്ചാൽ, ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പലപ്പോഴും ഇന്ന സ്വഭാവ ദൂഷ്യങ്ങളുള്ളവർ, ഇന്ന സാഹചര്യങ്ങളിലുള്ളവർ ദയവായി പ്രാർത്ഥനയ്ക്ക് ഇരിക്കരുത്, കാര്യം നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെയും കൂടെ പ്രാർത്ഥന ഉഴപ്പിപ്പോകും. അത് വരാതിരിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ അതുപോലെ ഒരു ആത്മീയ അന്തരീക്ഷത്തിലും ആത്മീയ ഏകാഗ്രതയിലും വേണം ഇരിക്കുവാൻ എന്നൊക്കെ പറയാറുണ്ട്. ഒരളവിൽ പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണ് സഭ ഇത്രയൊക്കെ കൃപയാൽ വന്നത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന മുകളിലേക്ക് ഉയരുകയാണെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി മുകളിൽ ഒരു പുകപ്പടലം പോലെ ഒന്ന് ഞങ്ങൾ ഉണ്ടാക്കും. ഒരു മേഘം പോലെ ഒന്ന് ഞങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ആ മേഘം മേളിൽ ഈ പ്രാർത്ഥന മുകളിലോട്ട് പോകാതെ തടസ്സപ്പെടും. 5-6 മാസങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതെ വരുമ്പോൾ പലരുടെയും ധൈര്യം ക്ഷയിച്ച് അവർ പ്രാർത്ഥനയെ നിർത്തി പൊക്കോളും. പക്ഷെ ചിലർ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും മുകളിലേക്ക് വരാതെ ഈ മുകളിൽ നിൽക്കുന്നതായ ആ മേഘപടലത്തെ ഞങ്ങളൊരു ബ്ലാങ്കറ്റ് പോലാക്കും.
വീണ്ടും പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ, ഇതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞ ചില പദങ്ങളുണ്ട്. ചിലർക്ക് ഞാൻ ഹാർട്ട് അറ്റാക്ക് വരെ വരുത്തും, ചിലർക്ക് ശരീര രോഗങ്ങളുണ്ടാക്കും, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അവരുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. എന്നാൽ മറ്റു പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്നെ ദൈവം ഒരു പ്രൊട്ടക്ഷൻ തരുന്നത് കൊണ്ട് എനിക്കിരുന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഞാൻ വ്യക്തിപരമായൊരു കാര്യം ഇതിനിടയ്ക്ക് ഒരു ബ്രാക്കറ്റിൽ കയറ്റി പറയാം. എൻ്റെ കൂടെ ക്യാൻസർ രോഗം വന്ന അനേകർ ലോകത്തോട് യാത്ര പറഞ്ഞു. എന്നേക്കാൾ ശക്തരായും എന്നേക്കാൾ പ്രയോജനപ്പെടുന്നവരുമായ അനേകർ. എനിക്ക് ക്യാൻസർ വന്ന അതേ സമയത്ത് ഞാൻ എടുത്തു പറയുന്നത് ഏറെക്കുറെ ഒരേ വിഷയങ്ങൾ സംസാരിച്ചിരുന്നവരാണ്. വെളിപ്പാട് പുസ്തകത്തിലെ ഭാവികാല ചരിത്രത്തെക്കുറിച്ചൊക്കെ കയറി തൊട്ടപ്പോൾ അന്ന് തന്നെ ആത്മീയരായി പലതും പറഞ്ഞു, വർഗീസെ സൂക്ഷിച്ചോണം, കാര്യം ഇത് പിശാചിൻ്റെ മണ്ഡലത്തോട് എതിർക്കുന്നതാണ്. നിരൂപണങ്ങൾ ഉയർന്നപ്പോൾ വ്യക്തമായി അവൻ്റെ ഏജൻസ് എല്ലാം ഇളകുന്നുണ്ടെന്നുള്ളത് അത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രസംഗിച്ചത്. എൻ്റെ കൂടെ അതുപോലുള്ള വിഷയങ്ങൾ, അതേ വിഷയങ്ങൾ തന്നെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന 2-3 പേർ ക്യാൻസറായി മരിച്ചു. വർഗീസ് ഇന്നുമുണ്ട്. കാരണം ജനലക്ഷങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. സഭയിലെ ആയിരങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, 10,000 എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്നും അവശേഷിക്കുന്നത്, ഇന്നും പ്രസംഗം തുടരുന്നത്. ഇതില്ലാതെ വരുന്ന ഒരാളിന് ആശുപത്രിയിൽ പോകേണ്ടി വരും, ഹാർട്ട് അറ്റാക്ക് വരെ ഞാൻ വരുത്തും, അല്ലെങ്കിൽ അവൻ വേറൊരാളിൻ്റെ പ്രാർത്ഥന സഹായം എടുക്കേണ്ടതായി വരും. ഇനിയും ഈ ആളിൻ്റെ പ്രാർത്ഥന ഇനിയും മുറുകുകയാണെങ്കിൽ ഞങ്ങൾ മുകളിലുള്ളതായ ആ സ്ഥലത്തെ ആ ബ്ലാങ്കറ്റിനെ, മേഘത്തെ പിന്നെ ബ്ലാങ്കറ്റാക്കിയതിനെ ഞങ്ങളൊരു കരിങ്കല്ലായി അങ്ങ് മാറ്റും. മീതെ ഒരു കല്ലുകൊണ്ട് അടച്ചിരിക്കുന്നത് പോലെ പ്രാർത്ഥന മുകളിലോട്ട് പോകത്തില്ല. അങ്ങനെ ഞങ്ങളാക്കിക്കളയും. എന്നാൽ ചുരുക്കം ചിലർ ആ സമയത്തും ഇരുന്ന് പ്രാർത്ഥിക്കും. അവരുടെ പ്രാർത്ഥന ഒരു തീയായി രൂപാന്തരപ്പെടും. ആ തീ വന്നു കഴിഞ്ഞാൽ മുകളിലുള്ള കല്ലിനെ അത് തുളയ്ക്കും. അവിടെ ഒരു ദ്വാരമുണ്ടാകും. ആ ദ്വാരത്തിലൂടെ പ്രാർത്ഥന മുകളിലേക്ക് പോകും. പ്രാർത്ഥന മുകളിലേക്ക് പോയാൽ മറുപടി ഇറങ്ങി വരും. ഇവിടം വരെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തൊട്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം തൊടാഞ്ഞൊരു ഭാഗത്തേക്ക് പോകുകയാണ്. അടുത്തത് ആ മനുഷ്യൻ തന്നെ എഴുതിയ വേറൊരു ലേഖനത്തിൽ ഞാൻ ഈ മനുഷ്യനെക്കുറിച്ച് ഒരിക്കൽ ചിക്കാഗോയിൽ ഒരു കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ ഈ മനുഷ്യനെക്കുറിച്ചും ഇയാൾ എഴുതിയ ഈ ആർട്ടിക്കിളിനെക്കുറിച്ചും ആൻറ്റിയുടെ പേര് അന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ആൻറ്റിയുടെ പേര് സഹിതം ഞാൻ പറഞ്ഞു, ഇന്നെ ആൻറ്റി അയച്ച ലെറ്ററിൽ നിന്നാണ്, അല്ലെങ്കിൽ എനിക്ക് അയച്ച മെസ്സേജിൽ നിന്നാണ് ഈ ലെറ്റർ എന്ന് പറഞ്ഞു. അന്ന് ആൻറ്റി അയച്ചു തന്ന ലെറ്റർ ഞാൻ അതുപോലെ കോപ്പി ചെയ്ത് എവിടെയോ പേസ്റ്റ് ചെയ്തിരുന്നു. അത് ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു. അയാൾ പറഞ്ഞ വിവരങ്ങളാണിത്. ആ പള്ളിക്കാരും 3-1 ആളുകൾ ശരിയാന്ന് പറഞ്ഞു, മറ്റൊരു വിടാമടാന്ന് പറഞ്ഞു, ഒത്തിരി പേര് കള്ളമാന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. അത് ലോകത്തിലുള്ളതാണ്. ബഹുജനം പലവിധം, അതിനാർക്കും കൺട്രോളില്ല, ആർക്കും അതിനെക്കുറിച്ച് ബോധറേഷനും ഇല്ല. നോബഡി റിയലി ബോദർ. അതങ്ങനെ പോയി. പിറ്റേ പ്രാവശ്യം ഞാൻ അവിടെ അതേ ചർച്ചിൽ ചെല്ലുമ്പോൾ, ചിക്കാഗോയിൽ ചെല്ലുമ്പോൾ സണ്ണി പാസ്റ്ററുടെ ചർച്ചിലായിരുന്നു പ്രസംഗിച്ചത്. പാസ്റ്റർ സണ്ണി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഒരത്ഭുതമെന്ന് മാത്രം പറഞ്ഞാൽ മതി, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഉദ്ധരിച്ച ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട അയാൾ ഇവിടെ വന്നിരുന്നു. ഈ ചർച്ചിൽ അയാൾ വന്ന് അനുഭവസാക്ഷ്യം പറഞ്ഞു. അയാൾ രക്ഷിക്കപ്പെട്ടു. കാര്യം ഒരിക്കൽ അന്തരീക്ഷത്തിൽ ആത്മാവ് നിൽക്കുമ്പോൾ യേശു ആ മനുഷ്യനെ സന്ദർശിച്ചു പറഞ്ഞ് ലൂസിഫറിൻ്റെ പിടിവിട്ട് നീ എൻ്റെ കൂടെ പോരാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ അസാമാന്യമായി പ്രയോജനപ്പെടുന്ന പലരെയും ലൂസിഫർ പിടിക്കും, യേശുവും വിളിക്കും. ഞാൻ ഇന്ന് അതിൽ കൂടുതൽ പേരുകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. യേശുവും വിളിക്കും. യേശുവിൻ്റെ വിളി അനുസരിച്ച് വന്നവരെ വീണ്ടും ഉപദ്രവിക്കുവാൻ ലൂസിഫർ ആഗ്രഹിക്കുമെങ്കിലും അവർ ദൈവകൃപയിൽ നിൽക്കും. ഓക്കെ, ഈ ആൾ പറയുന്ന അദ്ദേഹത്തിൻ്റെ വേറൊരു ലേഖനത്തിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: സ്വർഗത്തിലെത്തുന്ന ഏതു പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്. സ്വർഗത്തിലെത്തുന്ന ഏതു പ്രാർത്ഥനയ്ക്കും ഇത് ഇന്ന് ആവശ്യമാണ്. ഫസ്റ്റ് ടൈം ഞാൻ ബഥേലെടുത്ത് പറയുക, ഫസ്റ്റ് ടൈം. ലോകത്തിൽ എവിടേക്കോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഇത് ആദ്യത്തെ പ്രാവശ്യം പറയുക. സകല പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ എത്തിയാൽ അതിന് മറുപടി ഉണ്ട്. നമ്മുടെ ദൈവം വിളിച്ചാൽ കേൾക്കാത്ത ദൈവമല്ല, മറുപടി തരാത്ത ദൈവമല്ല, മറുപടി ഉണ്ട്. പക്ഷെ മറുപടി പലപ്പോഴും നമ്മുടെ അടുക്കൽ എത്താറില്ല. കാരണം ഈ മറുപടിയുമായി വരേണ്ടത് നമ്മുടെ സമൂഹ ദൂതന. ശ്രദ്ധിച്ച് കേട്ടോണം, ഓരോ വ്യക്തിക്കും ദൈവം ഭൂമിയിൽ ഒരു സമൂഹദൂതനെയാക്കും. ഈ മറുപടി കൊണ്ടുവരേണ്ടത് എൻ്റെ സമൂഹദൂതന. പക്ഷെ സമൂഹദൂതൻ്റെ കയ്യിൽ ആയുധങ്ങളില്ലെങ്കിൽ സാത്താൻ അവനെ വഴിയിലിട്ട് തോൽപ്പിക്കും. അവൻ്റെ കയ്യിൽ നിന്ന് ദൈവം കൊടുത്ത നന്മകൾ പിടിച്ചു പറിച്ച്, ഈ സമൂഹദൂതൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച്, അതാണ് ലൂസിഫറിനെ സേവിക്കുന്നവർക്ക് കൊടുക്കുന്നത്. ദൈവത്തെ സേവിക്കുന്ന ആരെങ്കിലും 2 പേര് ഇവിടെ ഇരുന്ന്, കർത്താവേ
ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിവർത്തിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയാൽ, ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും എത്തും. അത് എത്തിയാൽ അതിൻ്റെ മറുപടി ഉണ്ട്. പക്ഷേ ഈ മറുപടി കൊണ്ടുവരേണ്ടത് സഭയുടെ ദൂതനല്ല, ശ്രദ്ധിച്ച് കേട്ടോണെ, ചെവിക്ക് നുള്ളേണ്ടവർ നുള്ളിക്കോണം. അവരുടെ സമൂഹ ദൂതനാണ് ഈ മറുപടി കൊണ്ടുവരേണ്ടത്. ഈ ദൂതന്മാർക്ക് പലപ്പോഴും ഈ മറുപടി ഏറ്റുവാങ്ങുവാൻ പ്രയാസമാണ്. പലരും ഏറ്റുവാങ്ങത്തില്ല. കാരണം വഴിയിൽ ഇവരെ അറ്റാക്ക് ചെയ്യുന്ന വേറൊരു ശക്തിയുണ്ട്. ദാനിയേൽ പ്രവചനം പഠിച്ചു വരുമ്പോൾ ദൈവം ദാനിയേലിന് കൊടുക്കുവാൻ ഒരു സന്ദേശം ഹെബ്രിയേലിനെ ഏൽപ്പിച്ചു. ഹെബ്രിയേൽ സന്ദേശത്തിൻ്റെ മറുപടിയുമായി വരുമ്പോൾ പാഴ്സിദേശത്തിൻ്റെ പ്രഭുവായവൻ, അല്ലെങ്കിൽ പാഴ്സിയുടെ അധികാരം നോക്കുന്ന ലോക്കൽ ശക്തി ഹെബ്രിയേലിനെ തടഞ്ഞു നിർത്തി. മീഖായേൽ യുദ്ധത്തിന് വരുന്നതുവരെ 21 ദിവസം തടഞ്ഞു നിർത്തി. അതുകൊണ്ടാണ് ദാനിയേൽ 21 ദിവസം പ്രാർത്ഥിക്കേണ്ടതായിട്ടൊക്കെ വന്നത്. ദാനിയേലിൻ്റെ ഉപവാസം 21 തീരുമാനിച്ചുകൊണ്ടിരുന്നതല്ല. നമ്മൾ 21 തീരുമാനിച്ചുകൊണ്ടിരിക്കും, പക്ഷെ ദാനിയേൽ അങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരുന്നതല്ല. ദാനിയേൽ ഇരുന്നത് മറുപടി എന്ന് വരുമോ അന്ന് വരെ. അതാ സത്യത്തിൽ പ്രാർത്ഥനയുടെ ശൈലി. മറുപടി എന്ന് വരുമോ അന്ന് വരെ 21 ദിവസം തടഞ്ഞു നിർത്തി. 21-ാം ദിവസമാണ് ദൈവം മീഖായേലിനെ അയക്കുന്നത്, യുദ്ധങ്ങളുടെ പ്രമാണി. മീഖായേൽ വന്നാണ് ഹെബ്രിയേലിനെ രക്ഷിച്ചത്, ഹെബ്രിയേലിനെ അവിടുന്ന് വിടിവിച്ചത്. ഹെബ്രിയേൽ മറുപടി ഇങ്ങോട്ട് ദാനിയേലിൻ്റെ കൊടുത്തേച്ചു പറഞ്ഞ്, ദാനിയേലെ പിടിച്ചു. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിൽ ഉള്ളതിലെ ഏറ്റവും അർത്ഥവത്തും ഏറ്റവും ആധികാരികവും ഏറ്റവും ശക്തവുമായ പഴയ നിയമ പ്രവചനങ്ങൾ കിടക്കുന്നത് മുഴുവനും ഈ ദാനിയേൽ പ്രവചനത്തിലാണ്. ഇതെല്ലാം കൂടെ കൊണ്ടാണ് ഹെബ്രിയേൽ വരുന്നത്. ആ ഹെബ്രിയേലിനെയാണ് പിടിച്ചു നിർത്തിയത്. ഹെബ്രിയേലിനോട് പറഞ്ഞു, നിൻ്റെ ദൂത് പിടിക്ക്, ഞാൻ തിരിച്ചു പോകാം. കാര്യം അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മീഖായേലിനെ കൊണ്ട് ഒറ്റയ്ക്കൊക്കത്തില്ല. ഞാനും തിരിച്ചു പോകുകയാണ്, ദൂത് നിനക്ക് തരാൻ വന്നതാ. കാര്യം ഇത് നഷ്ടപ്പെടരുത്, അത് തരാൻ വേണ്ടി കൊണ്ടുവന്നതാ. എന്തുകൊണ്ട് ഈ ദൂത് ഏറ്റെടുക്കുന്നില്ല? സമൂഹദൂതൻ ദൂത് ഏറ്റെടുക്കുന്നില്ല. ദാനിയേലിൻ്റെ ദൂത് സമൂഹദൂതൻ്റെ അല്ല കൊടുത്തയച്ചത്. കാര്യം സമൂഹദൂതനെ കൊണ്ടത് കൊണ്ടുവരാൻ ഒക്കത്തില്ല. അതിനേക്കാൾ പവർഫുള്ളായ കാര്യം അതിനകത്തുള്ളത് കൊണ്ട്. എൻ്റെ സ്നേഹിതന്മാരിൽ ഒരാൾ ഈ ചർച്ചിൽ വന്നിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ഫുൾ ടൈം ഗോസ്പൽ വർക്കിലാണെങ്കിലും ഒരു കാലത്ത് അദ്ദേഹം ബിസിനസ്സിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ബിസിനസ്സിലുണ്ടായിരിക്കുന്ന സമയത്ത്, പേര് സുനിൽ പാസ്റ്റർക്ക് ഓർമ്മ കാണും, ഞാനിപ്പം എനിക്കറിയാം, മറന്നുപോയതുകൊണ്ടാണ്. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളാണ്. കൃപയാൽ ഞങ്ങളുടെ ശുശ്രൂഷയിലാണ് അദ്ദേഹം ന്യൂയോർക്ക് പട്ടണത്തിൽ വെച്ച് രക്ഷിക്കപ്പെടുന്നതും സ്നാനപ്പെടുന്നതും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതും ശക്തമായ ആത്മയുദ്ധത്തിന് വേണ്ടി ഇറങ്ങി വരുന്നതും എല്ലാം. ഇദ്ദേഹം തെക്കേ അമേരിക്കയിൽ നിന്നും വിലയേറിയ ഡയമണ്ടുകൾ അമേരിക്കയിലേക്ക് നോർത്ത് അമേരിക്കയിൽ കൊണ്ടുവന്ന് അങ്ങനെ നടത്തുന്ന ഒരു വ്യാപാര കമ്പനിയുടെ ഒരു ഏജൻ്റായിരുന്നു അദ്ദേഹം. പറഞ്ഞിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. സാധാരണഗതിയിൽ വിലയേറിയ ഡയമണ്ടുകൾ കൊണ്ടുവരുന്നത് നമ്മൾ കൊണ്ടുവരുന്നത് പോലെ ഒരു പാത്രത്തിനകത്തല്ല, അത് ശക്തമായ ഒരു ഉറയ്ക്കകത്താക്കും. എന്ന് പറഞ്ഞാൽ ഒരുത്തിന് പൊട്ടിക്കാൻ വയ്യാത്ത ലോകനിർമ്മിതമായ ഒരു ഉറയ്ക്കകത്താക്കി അത് അവൻ്റെ അരയിൽ കെട്ടിവെക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ അവൻ്റെ ശരീരവുമായി ബന്ധിപ്പിക്കുന്ന ചങ്ങലകൾ ഇട്ട് പൂട്ടും. അതുകൊണ്ടാണ് വരുന്നത് വിലയേറിയ ഡയമണ്ടുകൾ. അതുപോലെ കോടാനുകോടി ഡോളർ വിലയുള്ള ഡയമണ്ടാണ് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുമ്പോൾ സ്പെഷ്യൽ പ്രൊട്ടക്ഷനുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ് ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സ് കൊടുത്തയക്കുമ്പോൾ, എന്തെങ്കിലും ഒന്ന് ശത്രുവിൻ്റെ കയ്യിൽ പോകരുതെന്ന് നിർബന്ധമുള്ള ഒരു ലെറ്റർ കൊടുത്തയക്കുമ്പോൾ, തോക്കും തോട്ടയുമുള്ള പട്ടാളക്കാരൻ്റെ അകമ്പടിയിൽ മാത്രമേ അത് അയക്കത്തുള്ളൂ. തൻ്റെ ദാനിയേലിന് കിട്ടിയ ദൂത് സമൂഹദൂതൻ്റെ കൊടുത്തയക്കാവുന്നതല്ല, അതിനേക്കാൾ ക്ലാസിഫൈഡാണ്. അതുകൊണ്ടാണത് ഹെബ്രിയേലിൻ്റെ കയ്യിൽ കൊടുത്തയച്ചത്. ഹെബ്രിയേലിനെ തടഞ്ഞു നിർത്തുന്ന ദൂതനുണ്ടെങ്കിൽ നമ്മുടെ സമൂഹദൂതനെ തടഞ്ഞു നിർത്തത്തില്ലെന്ന് ആർക്ക് തോന്നുന്നു? സമൂഹദൂതൻ വാങ്ങിക്കാൻ പലപ്പോഴും മടിക്കും. കാര്യം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആയുധമില്ല. അടുത്ത പദമാ ഗൗരവം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വയം ആയുധങ്ങളില്ല. പകരം നിങ്ങൾ ഈ ഭൂമിയിൽ സമ്പാദിക്കുന്ന ആയുധങ്ങളാണ് സമൂഹദൂതൻ കൊണ്ട് നടക്കുന്നത്. വേദപുസ്തകത്തിൽ റെഫറൻസ് ഉണ്ടോ? ഇല്ല. അത് തെറ്റാണെന്നും റെഫറൻസ് ഒന്നുമില്ല. നിങ്ങൾ ഭൂമിയിൽ സമ്പാദിക്കുന്ന ആയുധങ്ങളാണ് സത്യത്തെ അരയ്ക്ക് കെട്ടിയും സുവിശേഷ ഘോഷണത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. ഇങ്ങനെ കുറേ ആയുധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സർവായുധവർഗം ദൈവം എന്നെ ധരിപ്പിച്ചിരിക്കുക. എന്നെ സർവായുധവർഗം ധരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ ആയുധങ്ങൾ മുഴുവനും കൈകാര്യം ചെയ്യുവാൻ എൻ്റെ സമൂഹദൂതൻ അനുവാദമുണ്ട്. അതും കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ആയുധം ഇല്ലാതെ വന്നാൽ എൻ്റെ പേർക്ക് കൊടുത്തയക്കുന്നത് കൈ വരത്തില്ല. മറ്റവൻ പറഞ്ഞ ആശയത്തിൽ
എൻ്റെ പേർക്ക് കൊടുത്തയക്കുന്നത് പിടിച്ചു പറിച്ചാണ് ലൂസിഫർ അവൻ്റെ ആളുകൾക്ക് കൊടുക്കുന്നത്. ഇന്ന് പകൽ എനിക്കുള്ളത് എൻ്റെ കയ്യിൽ കിട്ടണമെങ്കിൽ എനിക്കൊരു സമൂഹദൂതൻ്റെ കാവൽ വേണം. ഞാൻ കൃപാവരങ്ങളെയാണ് തൊടാൻ പോകുന്നത്. ദൈവത്തിന് പ്രഷ്യസാണ്, ആർക്കും പ്രഷ്യസാണ്. സാധാരണക്കാരന് ലഭിക്കാത്തതും ഒരു പ്രത്യേക അളവിൻ്റെ മുകളിൽ ദൈവം ഉപയോഗിക്കുന്നവരെ മാത്രം ദൈവം ഏൽപ്പിക്കുന്നതുമായ ഒന്നാണ് ദൈവിക കൃപാവരങ്ങൾ. കൃപാവരങ്ങൾ വില കൊടുത്ത് വാങ്ങിക്കാൻ ഒക്കുന്നതല്ല, അത് കൃപയാണ്. അതിൻ്റെ പ്രവൃത്തിയുടെ വലിപ്പമല്ല, അത് കൃപയാണ്. അതിൻ്റെ നല്ല ജീവിതമല്ല, അത് കൃപയാണ്. പിന്നെ എന്തുകൊണ്ട് പലർക്കും കിട്ടുന്നില്ല? കൃപ മാത്രം മതി, എൻ്റെ ഒരു പ്രവൃത്തിയും വേണ്ട, എൻ്റെ ഒരു ഗുണവും വേണ്ടെങ്കിൽ എല്ലാവരും മരിച്ചവരെ ഉയർപ്പിക്കണം, എല്ലാവരും ഭൂതങ്ങളെ പുറത്താക്കണം, എല്ലാവരും എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കണം, എല്ലാവരും എല്ലാ അത്ഭുതങ്ങളും ചെയ്യണം. യേശു പറഞ്ഞപ്പോൾ നിങ്ങൾ പോകുമ്പോൾ അശുദ്ധാത്മാക്കളെ പുറത്താക്കണം, രോഗികളെ സൗഖ്യമാക്കണം, മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വരെ യേശു പറഞ്ഞു. പച്ചവെള്ളത്തിൻ്റെ മേൽ നടക്കാൻ പറഞ്ഞില്ല, പാമ്പുകളെയും തേളുകളെയും പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞു. പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ പറഞ്ഞില്ല, പച്ചവെള്ളത്തിൻ്റെ മേൽ നടക്കാനും പറഞ്ഞില്ല. പക്ഷേ യേശു പറഞ്ഞ എല്ലാ അത്ഭുതങ്ങളും നമുക്ക് വേണ്ടതാണ്, നമ്മുടെ കൈകൊണ്ട് നടക്കേണ്ടതാണ്. ഒരു പ്രവൃത്തിയും കർത്താവ് കണക്കിടുന്നില്ല. ഇത് കൃപയാണ്. കൃപയൊന്നു മാത്രമാണ്. പിന്നെ എന്ത് തരാത്തതിൻ്റെ കാര്യം അത് ഏറ്റുവാങ്ങുവാൻ സമൂഹദൂതൻ തയ്യാറല്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആയുധമില്ലാത്തിടത്തോളം കൊണ്ടുവരാൻ ഒക്കത്തില്ല. നിങ്ങളും ഞാനും ഈ ഭൂമിയിൽ വെച്ച് ഉണ്ടാക്കുന്ന ആയുധങ്ങളെയാണ് സമൂഹദൂതൻ ഉപയോഗിക്കേണ്ടത്. എനിക്കൊന്ന് ഈ പർട്ടിക്കുലർ ക്ലോസ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പറയുന്നത്. വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചതല്ല, പകരം ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചതാണ്. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമീകരിക്കാൻ കർത്താവേ, എൻ്റെ കയ്യിൽ ദൈവം പകർന്നു തരുന്ന കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യത്തക്കതുപോലെ എന്നെയും ആ കൃപാവരങ്ങൾ കൊണ്ടുതരുവാൻ ദൂതനെയും അങ്ങ് ശക്തീകരിക്കണമേ. അദ്ദേഹം പറയുന്ന ഒരു പ്രത്യേക പദമുണ്ട്. ഭയങ്കര ഗംഭീരമാണ് പദം. സഭ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്ത്രീകൾ തല മൂടണം എന്നതും പുരുഷന്മാർ തല മൂടരുത് എന്നതും ദൈവവചനത്തിൻ്റെ പ്രമാണമാണ്. ദൈവം ഒരിക്കലും ഒരു നന്മ നേരിട്ട് തരത്തില്ല, ദൂതൻ്റെ കയ്യിൽ കൊടുത്തയക്കേ ഉള്ളൂ. ഈ ദൂതൻ സ്വർഗത്തിൽ ചെന്ന് എൻ്റെ പ്രാർത്ഥനകൾ ദൈവം മുമ്പിൽ കാഴ്ചവെക്കണം. പക്ഷേ ഈ ദൂതൻ അവിടെ കൊണ്ട് കാഴ്ച വെക്കുന്ന കൂട്ടത്തിൽ പറയും, പ്രമാണം തെറ്റിയാണ് അനേകരും, അതുകൊണ്ട് അവരിത് അർഹിക്കുന്നില്ല. അവർക്കുള്ളത് എൻ്റെ കയ്യിൽ തന്നയച്ചാൽ വഴിയിലിട്ട് ചെകുത്താൻ കൊണ്ടുപോകും, ഒടുവിൽ മുറിവേക്കുന്നത് എനിക്കാണ്. അതുകൊണ്ടൊക്കെ തന്നെ ദൈവപ്രമാണങ്ങൾ പാലിക്കണം, ദൈവവചനം അംഗീകരിക്കണം എന്നാവർത്തിച്ച് പറയുവാൻ എനിക്ക് അധികം സന്തോഷമുണ്ട്. ഞാൻ ഇനിയും തിരുവചനത്തിലേക്ക് പ്രവേശിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യം ദയവായി ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ? ഞാൻ ആ ദീർഘഭാഗം കമ്പ്യൂട്ടറിനകത്ത് സൂം ചെയ്ത് എടുത്തിട്ടില്ല. ദയവായി ആരെങ്കിലും ആ ഭാഗം എനിക്ക് വേണ്ടി ഒന്ന് വായിക്കാമോ? തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നു. നിൽക്കട്ടെ, ഇത് തിയോഫിലോസിന് വേണ്ടി എഴുതുന്ന ലേഖനമാണ്. തിയോഫിലോസെ ഞാൻ എഴുതിയ 1-ാമത്തെ ലേഖനം ലൂക്കോസാണ് എഴുതുന്നത്. 1-ാമത്തെ ലേഖനം ലൂക്കോസിൻ്റെ സുവിശേഷമാണ്. അത് യേശുക്രിസ്തുവിൻ്റെ ചരിത്രമാണ്. യേശുക്രിസ്തു പ്രവൃത്തി ആരംഭിച്ചത് മുതൽ മരിക്കുന്നത് വരെ താൻ ചെയ്തതും തൻ്റെ ചരിത്രവുമാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയത്. അതാണ് സുവിശേഷം. വായിച്ചോതാവട്ടെ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. തുടർന്ന് അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. നിൽക്കട്ടെ, യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, അവരുമായി കൂടിയിരിക്കുമ്പോൾ. മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വചനത്തിനായി, പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. നിങ്ങൾ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചതുപോലെ ഏറെ നാൾ കഴിയും മുമ്പേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ ഉള്ള സ്നാനം ലഭിക്കും. നിങ്ങൾ കാത്തിരിക്കണം എന്നവരോട് പറഞ്ഞു. കാത്തിരിപ്പ് എന്ന പദത്തിൻ്റെ അർത്ഥം കുത്തിയിരിപ്പെന്നല്ല.
പണ്ടൊരിക്കൽ കഴിഞ്ഞു എന്ന് പഠിപ്പിക്കുന്ന അനേകരുണ്ട്. ഞാൻ അവരെ ഓർത്ത് ദുഃഖിക്കുന്നു. കാത്തിരിപ്പ് എന്ന പദത്തിൻ്റെ അർത്ഥം കുത്തിയിരിപ്പെന്നല്ല, ജീവിതത്തിൽ വരുത്തേണ്ട ക്രമീകരണം വരുത്തുക എന്നാണ്. 120 അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ 120 പേരൊരുമിച്ച് 12 അപ്പോസ്തലന്മാരോട് കൂടെ കാത്തിരുന്നു. അവർ കാത്തിരുന്നപ്പോൾ ഏതിലെല്ലാം ക്രമീകരണങ്ങൾ വരുത്തി. അവർ പറഞ്ഞു, നമ്മളെ 12 പേരെയാണ് യേശു തിരഞ്ഞെടുത്തത്, അതിൽ യൂദ അവൻ്റെ സ്ഥാനം ഒഴിഞ്ഞുപോയി. ദൈവം അവന് കൊടുത്തിരുന്ന മഹത്വമേറിയ സ്ഥാനം നഷ്ടമാക്കി യൂദ പോയി. അങ്ങനെ ദൈവിക കണക്കിൽ വ്യത്യാസം സംഭവിച്ചു. വ്യത്യാസം സംഭവിക്കുവാൻ നമ്മളാരും കാരണക്കാരല്ല. ആ നാശയോഗ്യനായിരുന്നത് കൊണ്ട് അവൻ തന്നെ നശിച്ച് ചെതറിയതാ. ബഥേലിൽ നിന്ന് എന്തും വേണ്ടും ചെതറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, ഒത്തിരി പേർക്കറിയാം. നാശയോഗ്യൻ ചെതറിപ്പോയതാ. പക്ഷേ അപ്പോസ്തലന്മാർ പറഞ്ഞു, റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവരുന്നത് ഞങ്ങളുടെ കടമയാണ്. റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവരുന്നത്, ദൈവം നിയമിച്ചത് കൊണ്ടുവരുന്നത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുത്തനെ തിരഞ്ഞെടുക്കാം. അങ്ങനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സെർച്ച് നടത്തിയേച്ച് പറഞ്ഞു, കാര്യങ്ങൾക്ക് ദൃക്സാക്ഷിത്വം വഹിച്ചവരെ മാത്രമേ തിരഞ്ഞെടുക്കാനൊക്കത്തുള്ളൂ. അങ്ങനെ 2 പേരെ നിർത്തി. മത്തിയാസിന് ചീട്ട് വീണു. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസന്മാരിൽ ഒരാൾ ഇവിടെ വിശദമായി തൊട്ടു, ഞാൻ പോകട്ടെ. മത്തിയാസിനെ തിരഞ്ഞെടുത്തു. ആ 12 എന്ന അംഗസംഖ്യ വരെ കംപ്ലീറ്റായി. ഏലിയാവ് യാഗം കഴിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ഇസ്രയേൽ ഗോത്രങ്ങളുടെ എണ്ണം 12 ആയിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞതിനൊത്തവണ്ണം 12 കല്ലെടുത്ത് യാഗപീഠം പണിതിട്ടാണ് തീ ഇറങ്ങിയത്. ചുമ്മാ ഇറങ്ങത്തില്ല. കാത്തിരിപ്പ് എന്നത് ക്രമീകരണം വരുത്തുന്ന സമയമാണ്. ഉപവസിക്കുക എന്നത് ക്രമീകരണം വരുത്തേണ്ട സാഹചര്യമാണ്. നാം ക്രമീകരണം വരുത്തണം. കാത്തിരിപ്പ് കംപ്ലീറ്റ് ആയതോടുകൂടെ രണ്ടാമതൊരു കാര്യമുണ്ട്. പെന്തക്കോസ്ത് നാൾ പൂർണ്ണമായി വരുമ്പോൾ മാത്രമേ ദൈവത്തിന് ആത്മശക്തി പകരാൻ ഒക്കത്തുള്ളൂ. അതൊരു പഴയ നിയമ പ്രവചനത്തിൻ്റെ നിവർത്തീകരണമാണ്. പഴയ നിയമം കർത്താവ് എടുത്തു കളയുകയായിരുന്നില്ല, പഴയ നിയമം നിവർത്തിക്കുകയായിരുന്നു. അങ്ങനെ പഴയ നിയമത്തിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടി കർത്താവ് സമയം കാത്തിരുന്നു. പെന്തക്കോസ്ത് നാൾ പൂർണ്ണമായി വന്നു. ഒരു വശത്ത് സമയത്തിൻ്റെ പരിധി വന്നു, മറുവശത്ത് തേണ്ട ക്രമീകരണങ്ങൾ പൂർണ്ണമായി. 3, യേശുവിൻ്റെ കൽപ്പനയും വാഗ്ദത്തവും അവരതുപോലെ പ്രാപിച്ച് അവരതുപോലെ ഏകാഗ്രതയോടെ കാത്തിരിക്കുക. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നപ്പോഴാണ് പെട്ടെന്ന് കാറ്റടിക്കുന്ന പോലെ വന്നത്. എനിവേ, 1-ാമത്തെ അധ്യായം തുടർന്നാട്ടെ, ദയവായി താവോട്ട്. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ഒന്ന് നിൽക്കട്ടെ. ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവരുടെ ചോദ്യം, കർത്താവേ, എസ്കറ്റോളജിയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. എന്നാണ് യേശു വരുന്നത്? ഞങ്ങൾക്ക് എസ്കറ്റോളജി അറിയണം. അതിൻ്റെ ഡെപ്തിലേക്കൊന്ന് പോകാമോ? ഈ കാര്യങ്ങൾ എന്ന് സംഭവിക്കും? അങ്ങ് മരിച്ചു, അങ്ങ് ഉയർത്തെഴുന്നേറ്റു, ഞങ്ങളാരും പ്രതീക്ഷിച്ചതുപോലെയല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങ് ഇസ്രായേലിന് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുമെന്ന് ഉറപ്പാ. ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞതാ കർത്താവേ, എപ്പോഴാ? യേശുവിൻ്റെ മറുപടി ശ്രദ്ധിച്ചാട്ടെ, വായിച്ചാട്ടെ. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. നിൽക്കട്ടെ. യേശു അവരോട് പറയുന്ന മറുപടി, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള പല കാര്യങ്ങൾ ബൈബിളിലുണ്ട്. പല നാളുകളും നാഴികകളും ഉണ്ട്. അത് പിതാവ് നോക്കിക്കോളും. നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്ക്. നിങ്ങളുടെ പണിയല്ല ഇത് അറിയുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചർച്ചിനകത്തുനിന്ന് 1-2 പേർ എന്നോട് ചോദിച്ചു, ചർച്ചിൽ നടക്കുന്ന ഇന്ന കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ വിളിച്ചു ചോദിച്ചു, ഞാൻ എന്തു മറുപടി പറയണം? ഞാൻ അവരോട് ഒറ്റ മറുപടി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ അവരോട് ഒറ്റ മറുപടി പറഞ്ഞാൽ അത് ഷടപ്പ്. അത് പറയുന്നത് എൻ്റെ പണിയല്ല, പോയി ചർച്ചിൻ്റെ സെക്രട്ടറിയോട് ചോദിക്കാൻ പറഞ്ഞാൽ മതി. അതെൻ്റെ പണിയല്ല, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പണി അതല്ല. ആ പണി സെക്രട്ടറിയായി ഏൽപ്പിച്ചിരിക്കുന്നത്. നിന്നോട് ചോദിച്ചോനോടും പറ ഷടപ്പ്. അത് അന്വേഷിക്കുന്നത് നിൻ്റെ പണിയല്ല. അതിനുവേണ്ടി ദൈവം ആളെ ആക്കിയിട്ടുണ്ട്, അവർ നോക്കിക്കോളും. കുത്തഴിഞ്ഞ പുസ്തകമല്ല സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സഭ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ചരിത്രം. ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, അത് നിങ്ങളുടെ പണിയല്ല, നിങ്ങളെ പണി നിർത്ത്. നിങ്ങളെ ഏൽപ്പിച്ച പണിയുണ്ട്, അത് പോയി ചെയ്യുക. നിങ്ങളെ ഏൽപ്പിച്ചൊരു പണിയുണ്ട്. ഈ പണി പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ളതാ. പുത്രനാകുന്ന ക്രിസ്തു ഇന്നുവരെ ചോദിച്ചിട്ടില്ല, കർത്താവേ, എന്നാ ഈ കാര്യങ്ങൾ നടക്കുന്നത്? എന്നാണ് താൻ മരിക്കുന്നതെന്ന് അറിയിക്കേണ്ടതിന് മരണത്തിന് ചില ദിവസങ്ങൾ മുൻപാണ് തേണ്ട മറുരൂപമലയിൽ വെച്ച് 2 മരിച്ചവരെ ഇങ്ങോട്ട് എടുക്കപ്പെട്ട 2 പേരെ ഇങ്ങോട്ട് അയച്ചത്. മോശയും ഏലിയാവിനെയും അയച്ചത്.
യേശുവിനോട് ക്രൂശീകരണത്തിൻ്റെ വിശദീകരണങ്ങൾ കൊടുക്കുവാൻ അവർ വന്ന് പറഞ്ഞിച്ചു പോയി. യേശു അത് ശിഷ്യന്മാരോട് പോലും ഷെയർ ചെയ്തിട്ടില്ല. ഞാനവിടെ 1-2 മിനിറ്റുകൾ എടുത്തോട്ടെ. ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി മലയാളികൾ ആത്മീയർ ശ്രദ്ധിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ഞാനതിന് ഒരല്പം കൂടെ വിശദീകരണം കൊടുക്കട്ടെ. അവിടെ വെച്ച് യേശുവിനോടുകൂടെ 2-3 ശിഷ്യന്മാരുണ്ടായിരുന്നു. 3 ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ടാണ് യേശു മറുരൂപമലയുടെ മുകളിൽ കയറിയത്. അവർ നിദ്രാഭാരത്താൽ ഉറങ്ങിപ്പോയി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മലയുടെ മുകളിൽ വരെ ഒരാൾ കയറിയാൽ അദ്ദേഹം നിദ്രാഭാരത്തിൽ കിടന്ന് ഉറങ്ങുമെന്ന്? അതിനുവേണ്ടിയാണോ മലമുകളിലേക്ക് കൊണ്ടുപോയത്? അത്ര നേരം ഉണർന്നിരിക്കാൻ കഴിയാത്തവരെ ആണോ യേശു കൂട്ടിക്കൊണ്ടുപോയത്? ടോട്ടലി ഇൻകേപ്പബിൾ ആളുകളെ കൊണ്ടാണോ പോയത്? മൂലഭാഷയിൽ വായിക്കുമ്പോൾ ഭാഷ അറിയാവുന്നവർ പറയുന്നത് അവർ ഉറങ്ങി എന്ന് എഴുതിയിരിക്കുന്നതിനെ ഹിപ്നോസ് എന്ന പദമാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. ഹിപ്നോസ് എന്ന പദം ആത്മവിവശതയാണ്. ആത്മവിവശതയ്ക്ക് 2-3 അവസ്ഥകളുണ്ട്. അതിലൊരവസ്ഥയാണ് ഹിപ്നോസ്. ഹിപ്നോസ് എന്നാൽ അവർ മയങ്ങിക്കിടക്കുകയല്ല, 100% ബോധം നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അടുത്തിരുന്ന ആളുകൾ വർത്തമാനം പറയുന്ന പോലും മനസ്സിലാകത്തില്ല. അതായിരുന്നു ഇവർക്ക് പറ്റിയത്. അവർ ഹിപ്നോസ് കണ്ടീഷനിലായിരുന്നു. അവർ ആത്മവിവശതയിൽ ദൈവം അവരെ ഇട്ടതാ. കാര്യം മോശയും ഏലിയാവും വന്ന് യേശുവിനോട് സംസാരിക്കുന്നതും ക്രൂശീകരണത്തിൻ്റെ ഡീറ്റെയിൽസും അറിഞ്ഞാൽ യൂദ മാറിക്കളെ ഒറ്റിക്കൊടുക്കത്തില്ല. അവൻ്റെ കയ്യിൽ ഈ വിവരം പോകാതെ ഞാൻ ഈ മണ്ണിൽ വന്നത് മരിക്കാൻ വേണ്ടിയാണ്. വിവരങ്ങൾ നേരത്തെ പുറത്തു പോയാൽ പീലാത്തോസ് ശിക്ഷയ്ക്ക് വിധിക്കത്തില്ല, മാറിക്കളയും. കാണിച്ചു കൊടുക്കാൻ വന്നവരും പിടിക്കാൻ വന്നവരും പലരും രക്ഷപ്പെടും. ഈ സംഭവം നടക്കയില്ല. അത് വരാതിരിക്കാൻ പറഞ്ഞു പത്രോസേ, യാക്കോബേ, യോഹന്നാനെ, നിങ്ങളെ 3 പേരെ ഇത് കേൾപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങളിത് കേട്ടുപോയാൽ നിങ്ങൾ മനുഷ്യരാണ്. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഹിപ്നോസ് ആത്മവിശ്വാസത്തെ കിടക്കടാ, ഞാനൊന്ന് ഇടപെടട്ടെ. അങ്ങനെ യേശു അവരുമായി സംസാരിച്ചു. അന്നാണ് കുറേ ഡീറ്റെയിൽ യേശുവിന് കിട്ടുന്നത്. അതുവരെ യേശുവിന് കിട്ടിയിട്ടില്ല. എന്നാണ് മടങ്ങിവരവെന്നുള്ള ഡീറ്റെയിൽസ് യേശുവിന് അറിഞ്ഞുകൂടാ അന്ന് വരെ. അതുകൊണ്ടാണ് പറഞ്ഞത്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ മാത്രം വെച്ച കാര്യങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങളുടെ പണിയല്ല. ഒരുപാട് വേദപുസ്തക രഹസ്യങ്ങൾ അന്യോന്യം ചോദിക്കുന്നത്, അറിയുന്നത് നിങ്ങളുടെ ജോലിയല്ല. നിങ്ങളെ ഏൽപ്പിച്ചത് ചെയ്യുക. നിങ്ങളോ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക. അതാണ് നിങ്ങളുടെ ജോലി. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ആത്മാവ് വന്നാൽ അന്യഭാഷ സംസാരിക്കും. അതിനായി സ്തോത്രം. അത് കേവലം ഒരടയാളമാണ്. അവിടം കൊണ്ടായില്ല. ആ ശക്തി ലഭിച്ചാൽ, ആത്മാവ് വന്നാൽ നിങ്ങൾ ശക്തി ലഭിക്കും. ശക്തി ലഭിക്കുക എന്നതാണ് അതിൻ്റെ ഒരു ആവറേജ് മീഡിയം മെഷർ. ഒരു ശക്തി ലഭിക്കുക. ശക്തി ലഭിച്ചാൽ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ആ പദത്തിലോട്ട് ഞാനൊന്ന് കയറിക്കോട്ടെ. എൻ്റെ സബ്ജക്റ്റ് കൃപാവരമാണ്. കൃപാവരം പ്രാപിപ്പാൻ പലപ്പോഴും തടസ്സമായി വരുന്നത് നമ്മുടെ കയ്യിൽ യുദ്ധ ആയുധങ്ങൾ ഇല്ലാത്തതാണ് എന്ന് ഞാൻ ആദ്യമേ ഒന്ന് തൊട്ടു പറഞ്ഞു. തുടർന്ന് ഞാൻ അച്ചിലൂടെ ആഴത്തിലേക്ക് പോകുകയാണ്. ശക്തി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒക്കത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. അങ്ങനെ നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളവും പോകണം, എൻ്റെ സാക്ഷികളാകണം. ഇരിക്കുന്നിടത്തിരുന്ന് ചെയ്യാവുന്നതല്ല ക്രിസ്തുവിൻ്റെ സാക്ഷീകരണം. നിങ്ങൾ യാത്ര ചെയ്തേ മതിയാകും. എൻ്റെ മുമ്പിൽ ഒരു സഹോദരൻ ഇരിപ്പുണ്ട്. അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ്. ഇതിനകത്തിരിക്കുന്ന നമ്മളാരും നമ്മളിൽ മിക്കവരും ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്നവരല്ല. നമ്മൾ പലരും എന്നെപ്പോലെ കേരളത്തിൽ ജനിച്ചവരും ചുരുക്കം ചിലർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജനിച്ചവരും ഇന്ന് ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. കാര്യം നമ്മളെ അയക്കുന്ന ഒരു മണ്ണ് ദൈവത്തിനുണ്ട്. അവിടെ പോയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷത്തിലും യേശു പറഞ്ഞു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുക. ഇവരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം എന്ന് ഒന്ന് ഇന്ന് ഈ ദിവസങ്ങളിലുണ്ട്. നല്ലത് തന്നെ. ഞാനതിന് ഒരു എതിരും പറയുകയല്ല. പക്ഷെ പ്രയർ വോക്കിന് മാത്രമേ ഞാൻ കൂടുതൽ പ്രാധാന്യം കാണുന്നുള്ളൂ. പ്രയർ റൈഡ് ഈസ് ഫൈൻ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ പ്രയർ വോക്കിന് ഞാൻ കൂടുതൽ പ്രാധാന്യം കാണുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ അറ്റം വരെ പോകണം. എന്തിനു വേണ്ടിയാണ്? എൻ്റെ സാക്ഷ്യം പറയാൻ. ഒന്ന് നിൽക്കട്ടെ. പത്രോസ് ഒരു ദിവസം സാക്ഷ്യം പറയാൻ എഴുന്നേറ്റെന്നിരിക്കട്ടെ. അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം, ഞാനൊരു മുക്കവനായിരുന്നു. ഒരു ദിവസം മീൻ പിടിക്കാൻ പോയി ഒന്നും കിട്ടാതെ വന്നു. അന്ന് ആരോ ഒരാൾ കടൽക്കരയിൽ നിൽക്കുന്നത് കണ്ടു. കാഴ്ചയിൽ തന്നെ ദൈവം എന്നോട് ഇടപെട്ടു. മറ്റാർക്കും തോന്നിയില്ല ഇത് എന്തോ വിശേഷ വ്യക്തിയാണെന്ന്. എല്ലാവർക്കും തോന്നിയില്ല. എനിക്കെന്തോ അങ്ങ് തോന്നി. പലർക്കും അങ്ങനെയാണ്. സാധാരണക്കാരന് തോന്നാത്ത പലരും ആത്മീയന് തോന്നും. കാര്യം ദൈവം അവനെ ഒന്നിന് കണ്ടതുകൊണ്ടാണ് കറക്റ്റ് തോന്നലുണ്ടായത്. അല്ലെ തോന്നത്തുപോലും ഇല്ല.
ഇവിടെ ആളുകൾ എൻ്റെ അടുക്കൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ജീവിത നിരാശയും ഭാരവുമായി പോകുമ്പോൾ, ഈ നമ്മുടെ അടുത്ത റോഡിൽ കൂടെ പോകുമ്പോൾ, ഇതൊരു വെളിപ്പാട് ദൂരത്തിൻ്റെ വെളിയിലാണ്, അതുവഴി പോകുമ്പോൾ ഇവിടുന്ന് ഒരു മൈക്കിൻ്റെ ശബ്ദം കേട്ടു. എൻ്റെ അന്തരംഗം കിടുങ്ങുന്നത് പോലെ എന്തോ ഒന്ന് കേട്ടതുകൊണ്ട് ഞാൻ കയറി വന്നു. കയറി മുന്നോട്ട് വെക്കുന്ന ഓരോ സ്റ്റെപ്പുകളിലും ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതിൻ്റെ അംഗമാണ്. പലരും ഇതിനകത്തുണ്ട്. എത്ര ആയിരങ്ങൾ ഈ റോഡേ പോയതാ, അവരോടൊന്നും ദൈവം ഇടപെട്ടില്ലല്ലോ. നിത്യതയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവന് മാത്രം മനസ്സിലാകും, അല്ലാത്തവന് അരിശം വരും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഓക്കെ, പത്രോസ് പറഞ്ഞെന്നിരിക്കട്ടെ, തണ്ട ഞാൻ മുക്കവനായിരുന്നു, ഒരിക്കൽ മീൻ പിടിച്ചു, ഒന്നും കിട്ടാതെ വന്നു. രാവിലെ വല കഴുകുമ്പോഴാണ് തണ്ട് അസാമാന്യമായ എന്തോ ഒന്ന് ഉള്ള ഒരുത്തനെ ഞാൻ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, മീൻപിടുത്തത്തിന് വലയിറക്കാൻ പറഞ്ഞു. വാക്കിന് വലയിറക്കുക എന്ന പദം ഇന്നൊന്ന് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിട്ട് ഒത്തില്ല. കാര്യം അതിനേക്കാൾ പ്രാധാന്യം ഇതിന് കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ചതാണ്. എന്നോട് പറഞ്ഞു മീൻപിടുത്തത്തിന് വലയിറക്കാൻ. ഞാൻ മീൻപിടുത്തത്തിന് വലയിറക്കി. ഭയങ്കര പെരുത്ത മീൻകൂട്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഇത് ദൈവപുത്രനാ. പത്രോസേ, കുറച്ച് പേര് ശരിയെന്ന് പറഞ്ഞേക്കാം, കുറച്ച് പേര് സ്തോത്രവും പറഞ്ഞേക്കാം. അതിൽ കൂടുതലൊന്നും നടക്കാൻ പോകുന്നില്ല മോനെ, അതിൽ കൂടുതലൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ ആത്മാവ് ലഭിച്ചവനായി നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിന് ഉത്തരവാദി ഉയർത്തെഴുന്നേറ്റ യേശു എന്ന് പറയുമ്പോൾ കാണാനും കേൾക്കാനും എന്തോ ഒന്ന് ഉള്ളതാണ് സാക്ഷ്യം. തീർന്നില്ല, ഞാൻ മുന്നോട്ട് വരികയാ. ഒരു ദിവസം സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിലേക്ക് അദ്ദേഹം വന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണ് പരിശുദ്ധാത്മാഭിഷേകം. ഞാൻ അവിടെ വരും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ പരിശുദ്ധാത്മാഭിഷേകം കാണാം. അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ പത്രോസിൻ്റെ കൈകൊണ്ട് നടന്ന 1-ാമത്തെ അടയാളം കാണാം. 3-ാം അധ്യായത്തിൽ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ വാതുക്കലെത്തുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവനെ കൈക്ക് പിടിച്ചു പൊക്കി, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, പക്ഷെ ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം എന്ന് പറഞ്ഞ് അവനെ പൊക്കുകയും അവൻ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും ചെയ്ത സംഭവം. അത് സാക്ഷി പറഞ്ഞപ്പോൾ, സാക്ഷി കാണിച്ചപ്പോൾ, സാക്ഷി പറയല്ല, അത് കണ്ടപ്പോൾ ഒത്തിരി പേര് വിശ്വസിച്ചു. പത്രോസിന് 2 രീതികളിൽ സാക്ഷിയാകാം. ശ്രദ്ധിച്ച് കേട്ടോണം. പത്രോസിന് 2 രീതികളിൽ സാക്ഷിയാകാം. ഒന്ന്, തൻ്റെ ജീവിത അനുഭവം പറഞ്ഞ്, ഞാൻ യേശുവിനെ അറിഞ്ഞുവെന്ന് പറഞ്ഞ്. 2, തൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകണം. സാക്ഷികൾ പറയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നല്ല കാര്യം. പക്ഷെ അതല്ല യേശു ഉദ്ദേശിച്ചത്, അതിലല്ല ആളുകൾ വിശ്വസിക്കുന്നത്. പകരം അവർ കാണുന്ന സാക്ഷിയാണ്. ഇന്ന് പകൽക്കാലം കൃപാവരം തരുന്നത് എന്തിന്? സാക്ഷ്യങ്ങളായി പ്രദർശിപ്പിക്കപ്പെടുവാനാണ്. കൃപാവരം വ്യാപരിക്കുന്നത് എന്തിന്? സാക്ഷ്യങ്ങളായി പ്രദർശിപ്പിക്കപ്പെടാൻ വേണ്ടിയാ. ഈ ആശയം ഗ്രഹിക്കുന്നവർക്കായി വീണ്ടും ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ബാംഗ്ലൂരിൽ നമ്മൾ ഇന്ന് ആരാധിക്കുന്ന ഈ ആരാധന ആലയം ഇരിക്കുന്ന ഈ സ്ഥലത്തിന് വേണ്ടി, ഈ സ്ഥലമെന്ന് പറഞ്ഞല്ല, പക്ഷെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും കർത്താവേ വിശാലമായ ഒരു ആലയം പണിയുവാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അന്ന് പലയിടങ്ങളിലും കറങ്ങി നടന്ന് നോക്കിയെങ്കിലും നീണ്ട വർഷങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഒന്നും നടക്കാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ദിവസം സാമച്ചൻ പാസ്റ്റർ എന്നോടൊരു ദൂത് പറയുന്നത്, ആലപ്പുഴ വെച്ച് എന്നോടൊരു ദൂത് പറയുന്നത്, ബാംഗ്ലൂർ റിംഗ് റോഡ് ഉയർന്നും കിളന്നും വളഞ്ഞും പോകുന്ന പാലത്തിൽ കയറി കിഴക്കോട്ട് തിരിയുമ്പോൾ, നമ്മുടെ തൊട്ടപ്പുറത്തെ ജംഗ്ഷനിൽ കാണുന്ന ആ ബ്രിഡ്ജിനെ കുറിച്ചായി പറയുന്നത്. ആ പാലത്തിൽ കയറി കിഴക്കോട്ട് തിരിയുമ്പോൾ ഇടത്തുവശത്ത് കാണുന്ന ചതുപ്പ് നിലത്തിൽ നിന്ന് 3 ഏക്കർ ശിഷ്ടം നിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കാൻ പോവാ. ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ടില്ല, ഞാൻ ഈ സ്ഥലം കണ്ടിട്ടില്ല. അന്ന് പാലം പണിതിട്ടില്ല, അന്ന് പാലം അണ്ടർ ഡിസൈനാണ്, പാലം പണിതിട്ടില്ല. ആ സാഹചര്യത്തിലാണ് സാമച്ചൻ്റെ വെളിപ്പാട്. അത് കണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ചിലത് കാണാനും കേൾക്കാനും ദൈവം ഏൽപ്പിക്കുന്നതിനായി സ്തോത്രം. ഇന്നിടത്തൊരത്ഭുതമുണ്ട് എന്നൊരുത്തൻ പറഞ്ഞതുകൊണ്ടായില്ല. ബേദലഹേമിൽ വചനം ജഡമായി അവതരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. അവതരിച്ച ജഡം എന്ത് ചെയ്തു എന്ന് കാണുമ്പോഴാണ് ഞാൻ സാക്ഷിയാകുന്നത്. എന്നെ വിളിച്ചത് സാക്ഷിയാകാനാണ്. കൃപാവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് നാളെ ഇവിടെ ഒരു കൈവപ്പ് ശുശ്രൂഷ ഉണ്ട്. ഞാൻ പറഞ്ഞു, എത്ര പേരുടെ മേൽ ഡയറക്റ്റ് കൈവെക്കാൻ നോക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം ഏൽപ്പിക്കുന്ന ആരോഗ്യത്തിന് ഒത്തവണ്ണം എന്തെങ്കിലുമൊക്കെ മെതഡ് ദൈവത്തിന് ശക്തി വരാൻ അറിയാമെങ്കിൽ നിങ്ങളുടെ അടുക്കൽ എത്തിക്കാനും അറിയാം.
ദൈവത്തിന് ഇതെല്ലാം അറിയാം, ദൈവം ചെയ്തോളും, ഞാൻ ദൈവത്തിന് ഗുണദോഷകനായിരിക്കേണ്ട കാര്യമില്ല, അത് എൻ്റെ കാര്യമല്ല, അത് പിതാവിൻ്റെ കാര്യമാണ്, പിതാവ് ചെയ്തോളും. ഓക്കെ, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ഇന്ന് നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ശക്തി ലഭിച്ചാൽ തുടർന്ന് ലോകത്തിൻ്റെ അറ്റത്തോളം പോകണം. നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം പല കാര്യങ്ങൾ തെളിയിച്ചത് ഇന്ന് പകലും സഹോദരന്മാർ എൻ്റെ അടുക്കൽ വന്ന് സാക്ഷ്യം പറയുകയുണ്ടായി. ഞാനിത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, എൻ്റെ ചെവി കൊണ്ട് കേട്ടു, എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. മിണ്ടാതിരിക്കാൻ ഒക്കത്തില്ല. വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നൊരു പ്രത്യേക പ്രയോഗമുണ്ട്, ബിഹോൾഡ്, കാണണം. പഴയ നിയമത്തിൽ എൻ്റെ വചനം മഴ പോലെ പൊഴിയും, മഞ്ഞുപോലെ ഇത് പെയ്തിറങ്ങും. ജനമേ വരുവീൻ, കേൾക്കുവീൻ, ചെവി തരുവീൻ. പുതിയ നിയമത്തിൽ അതല്ല, വരിക, കാണുക, വന്ന് കാണുക. വചനം ക്രിയാത്മകമായി മാറി. ഇന്ന് രാത്രിയിൽ വചനം ക്രിയാത്മകമായി മാറി. കണ്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെയും ഗോൾഡൻ ടെസ്റ്റൊക്കെ ഞങ്ങൾ പറയാൻ എനിക്ക് ഒരു നാണക്കേടുമില്ല. കാര്യം ദൈവം കാണിച്ചതാ. അനേകരുടെ കണ്ണുകൾ കുരുടാക്കി വെച്ച് അവന്മാർക്ക് കാണാൻ കൃപയില്ലാത്തത് കാണുവാൻ ബേഥേലിന് ദൈവം തന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. അതുകൊണ്ടാണ് പതിനായിരങ്ങൾ അതിൽ പങ്കെടുക്കുവാൻ താല്പര്യപ്പെടുന്നത്. അവരുടെ പ്രത്യേകത ഇതാണ്, കൃപ ലഭിച്ചവരാ. അല്ലാത്തൊരു വിഭാഗം അലഞ്ഞുതിരിയുമ്പോൾ ഇന്നലെയും കഴിഞ്ഞ ദിവസം അത് കാണുവാൻ, ഇന്നലെയല്ലായിരുന്നു കണ്ടത്, മിനിഞ്ഞാന്ന് ആ കാഴ്ചകളൊക്കെ അവർണ്ണനീയം. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഞാൻ സ്നാനപ്പെട്ട അന്ന് കർത്താവ് എന്നോട് പറഞ്ഞത്, നീ ലോകപ്രകാരം പട്ടാളക്കാരനായിരിക്കും, നീ ദൈവത്തിന് വേണ്ടിയും പട്ടാളക്കാരനായിരിക്കും. ഞാൻ പറഞ്ഞു, ലോകപ്രകാരം പട്ടാളക്കാരനായിരിക്കേണ്ടതിന് ഓരോ രംഗങ്ങളിൽ ഇടപെടേണ്ടത് എങ്ങനെയെന്ന് ആവശ്യമുള്ള ട്രെയിനിങ് പട്ടാളം എനിക്ക് തന്നു. ഇന്ത്യക്ക് വെളിയിൽ അയച്ച് കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട ഇടത്ത് വെളിയിൽ അയച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചതിനും ട്രെയിനിങ് തന്നതിനും ഒത്തവണ്ണം കർത്താവ് ഇന്ത്യൻ എയർഫോഴ്സ് എന്നെ ഉയർത്തി. എയർഫോഴ്സിൽ അങ്ങനെയാണ് ഞാൻ ഉയർന്നത്. ഞാൻ ഉയർന്നവനെന്നല്ല പറഞ്ഞത്, വന്ന അളവിനേക്കാൾ മേളിലോട്ട് കയറിയത്. ആത്മലോകത്തിൽ അയക്കേണ്ടിടത്തെല്ലാം ദൈവം അയച്ച്, കാണേണ്ടതെല്ലാം കാണിച്ച്, ഉയർത്തേണ്ടതുപോലെ ഉയർത്തിയതിനാൽ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മമണ്ഡലമായിരുന്നു എനിക്ക് വലുത്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോകണം. നിങ്ങൾ ഉച്ചരിക്കുന്നൊരു പദമുണ്ട്, ബിഹോൾഡ്, വന്ന് കാണുക. കുരുടൻ ഒരിക്കൽ യോഹന്നാൻ സ്നാപകൻ യേശുവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു, ശിഷ്യന്മാരെ അയച്ചു. യേശുവിനോടൊരു ചോദ്യം ചോദിച്ചു, വരുവാനുള്ളവൻ നീ തന്നെയാണോ, അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണോ? യേശുവെ, ഞാനൊരു ദൂതൻ്റെ നിവർത്തീകരണത്തിന് കാത്തിരിക്കുക. കാര്യം യേശു വരുമ്പോൾ, മശിഹ വരുമ്പോൾ ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്ന് വിടുവിക്കും എന്നൊരു വാക്യം കിടപ്പുണ്ട്. ഞാൻ വേണ്ട കുണ്ടറയിൽ കിടക്കുക, എന്നെ വിടുവിക്കാൻ ഇതുവരെ വന്നില്ലല്ലോ. വരുവാനുള്ളവൻ നീ തന്നെയാണോ, അതോ ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണോ? യോഹന്നാനൊരു ചോദ്യം ചോദിച്ചു. യേശു ഒരു മറുപടി പറഞ്ഞു വെച്ചു, യോഹന്നാനെ, പണ്ട് നീ കണ്ടതല്ലേടാ നല്ല ചോദിക്കുന്നത്, ആത്മാവ് പ്രാവുന്നതുപോലെ എൻ്റെ മേൽ ഇറങ്ങുന്നത് നീ കണ്ടില്ലേടാ നല്ല ചോദിക്കുന്നത്. യോഹന്നാനെ, കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു. ശിഷ്യന്മാരെ, ഇങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് പോയി യോഹന്നാനെ അറിയിക്കുക. വരുവാനുള്ളവൻ ഞാനാണോ എന്ന് അവന് മനസ്സിലാകും. ഇന്നിതിനകത്തിരിക്കുന്ന ദൈവവേദനയിൽ ജനം കാണത്തക്കവണ്ണം ചിലതെല്ലാം ചെയ്യേണ്ടതിന് നമ്മുടെ കൈകളിൽ തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് തിരിഹിതമായി. നിങ്ങൾ ലോകത്തിൻ്റെ അറ്റം വരെ പോകണം, എൻ്റെ സാക്ഷികളാകണമെങ്കിൽ ചില ക്രിയാത്മകമായി കണ്ടേ മതിയാകും. ചിലത് ക്രിയാത്മകമായി കണ്ടേ മതിയാകൂ. അതിന് ദൈവം നമുക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. എത്രയോ മുടന്തർ സൗഖ്യമാകുന്നത് ഇതിനകത്തിരിക്കുന്നവർ കണ്ടിട്ടുണ്ട്. പിറവി കുരുടരുടെ കണ്ണുകൾ തുറക്കുന്നത് ഇതിനകത്തിരിക്കുന്നവർ കണ്ടിട്ടുണ്ട്. ചെവികൾ എത്ര എണ്ണം തുറക്കുന്നത് ചെയ്യുവാനും കാണുവാനും കർത്താവ് എനിക്ക് കൃപ തന്നു. ഞാൻ അതുകൊണ്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത, അശുദ്ധനിൽ നിന്ന് ഇത് പകരുകയില്ല, കൃപാവര പ്രാപ്തനിൽ നിന്ന് അടുത്തൊരുത്തനിലേക്ക് പകരത്തുള്ളൂ. അശുദ്ധനിൽ നിന്ന് അശുദ്ധി പകരും, വികടന്മാരിൽ നിന്ന് വികടത്തെ പകരും. കൃപാവരങ്ങൾ ഇല്ലാത്തവനിൽ നിന്ന് കൃപാവരത്തിന് വിരോധമായ ശക്തി വ്യാപരിക്കും. സ്വർഗത്തിൽ നിന്ന് ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കും. നിങ്ങൾ ഇത് കണ്ടേ മതിയാകൂ. ഇനി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിലാണ് അഭിഷേകം നടക്കുന്നത്. ഒത്തിരി ഒന്നും നമ്മൾ പോകത്തിന് ഒക്കത്തില്ല, കാര്യം സമയം ഈ വാച്ചൊക്കെ നമ്മളെക്കാൾ വേഗത്തിലാണ് പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലാണ് പരിശുദ്ധാത്മാഭിഷേകം നടക്കുന്നത്. ഞാൻ ചുരുക്കാൻ പോകുകയാണ്.
അവരുടെ മുകളിൽ ഒരു പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. എന്ന് പറഞ്ഞാൽ ദൈവ വായിൽ നിന്ന് ഒരു ശ്വാസം വന്നു എന്ന് അനേക ആവർത്തി ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ശുദ്ധീകരിക്കപ്പെട്ടതായ ശിഷ്യന്മാരുടെ മേൽ ആദമിൻ്റെ മൺശരീരത്തിൻ്റെ മേൽ പിതാവാം ദൈവം ഊതിയതുപോലെ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരൊറ്റ ഊത്തൂതി കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. അവർ കൂടിയിരുന്ന വീട് മുഴുവനും നിറഞ്ഞു. പെട്ടെന്നൊരു സംഭവമുണ്ടായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്തോ, എത്ര നാക്ക് വന്നു, എത്ര മേൽ പതിഞ്ഞു, ഓരോരുത്തരുടെ മേൽ എത്ര നാക്കുകൾ വീതം പതിഞ്ഞു. ജ്വാലയുടെ നാക്കുകളെന്ന് അതിനെ വിളിക്കുന്ന എത്ര എണ്ണം പതിഞ്ഞു. ഒരാൾക്കും ഒരു മറുപടിയില്ല. പക്ഷെ മൂലഭാഷ പരിചയമുള്ളവർ പറയുന്നത്, എനിക്ക് മൂലഭാഷ അറിയാൻ വയ്യ, എനിക്ക് എനിക്ക് കാര്യം ഒന്നും അറിയത്തില്ല, അത്യാവശ്യം അറിയേണ്ട ചിലത് അറിയിക്കാൻ ദൈവം കൃപ തന്നതിനായി സ്തോത്രം. വേണ്ടാത്തത് അറിയാൻ വയ്യാത്തതിനേക്കാൾ അതിനേക്കാൾ സ്തോത്രം. കാര്യം ഈ ഓൾറെഡി ഓർമ്മ പോയി ഈ കൊച്ചു ബുദ്ധിക്കകത്ത് ഇരിക്കരുതാത്തത് കയറി ഇരുന്നാൽ പിന്നെ ഇരിക്കേണ്ടത് ഇരിക്കുകയില്ല, ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോവുകയില്ല. അതുകൊണ്ട് ഇരിക്കരുതാത്തതിനകത്ത് കയറാതെ ഇരിക്കേണ്ടത് മാത്രം കേട്ടുവാൻ സ്വർഗം തന്ന കൃപയ്ക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. എൻ്റെ ചെറിയ പ്രായത്തിലൊരിക്കൽ, സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ, ചെറിയ പ്രായത്തിലൊരിക്കൽ ഏതോ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ, ബയോളജിയുടെ ഒരു ടീച്ചറാണ് ക്ലാസ് എടുക്കുമ്പോൾ ലിസാർഡ് വർഗത്തിൽപ്പെട്ട ഒരു ജീവിയെക്കുറിച്ച് സംസാരിച്ചു. ലിസാർഡാണോ എന്തോ ഒരു ജീവിയെക്കുറിച്ച് ഇവിടെ ബയോളജി അറിയാവുന്നവരുണ്ട് എന്നേക്കാൾ കൂടുതൽ. ആ ജീവിയുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു. അതിൻ്റെ അടുക്കിൽ നിന്ന് പോകുന്നതോ അതിന് ഇൻട്രസ്റ്റ് ഇല്ലാത്തതോ ഒരു വസ്തുവിനെ ആ കണ്ണുകൊണ്ട് കാണത്തില്ലെന്ന്. അതന്നെ ജീവിയാണ്. പക്ഷേ അതിൻ്റെ അടുക്കിലേക്ക് വരുന്ന ജീവികളെ മുഴുവൻ അതിന് കാണാം. അതിന് നേരെ വരാതെ അതിൻ്റെ അടുത്ത് നിന്ന് അകലെയോട്ട് പോകുന്നൊരു ജീവിയെ ആ ലിസാർഡ് വർഗത്തിൽപ്പെട്ട ആ ജീവിയുടെ കണ്ണുകൊണ്ട് കാണത്തില്ല. ഇതിനകത്ത് ബയോളജി ടീച്ചേഴ്സ് എത്ര പേരുണ്ട്? ആർക്കെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ, അത് എനിക്ക് നാളെ എഴുതിയിടാം, അല്ലേ ഓർത്തിരിക്കത്തില്ല. ഈ ജീവിയുടെ പ്രത്യേകത തനിക്ക് പ്രയോജനപ്പെടുന്നതും പിടിച്ചു തിന്നാവുന്നതും തൻ്റെ അടുത്തേക്ക് വരുന്നതോ അല്ലെങ്കിൽ തന്നെ പിടിച്ചു തിന്നാവുന്നതും തന്നെ ഉപദ്രവിക്കുന്നതുമായി ജീവി തൻ്റെ അടുക്കലേക്ക് വരുന്നതോ മാത്രമേ അതിനെ കാണത്തുള്ളൂ. അകലെയോട്ട് പോകുന്നതിനെ കാണത്തില്ല. ആവശ്യമില്ലാത്തതിനെ കാണാൻ കണ്ണുകൾ ഉപയോഗിച്ചാൽ ആവശ്യമുള്ളതിനെ കാണാൻ കഴിയാതെ പോകുമെന്നതിനാൽ ആ ജീവിക്ക് ദൈവം കൊടുത്ത പ്രത്യേകത അത് എന്ന് അന്നൊരു ടീച്ചർ പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നും ഓർമ്മ പോയെങ്കിലും അതെൻ്റെ മനസ്സിലുണ്ട്. കാര്യം അതെൻ്റെ ജീവിത തത്വമാണ്. ആവശ്യമില്ലാത്ത ചവറെല്ലാം കൂടെ കയറാതെ ആവശ്യമുള്ള പ്രഷ്യസായത് എൻ്റെ അകത്ത് കയറിയാൽ കൊള്ളാം. ആരോ ദൈവദാസന്മാർ മൂലഭാഷ പരിചയമുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടത് ഇങ്ങനെയാണ്: ഒരഗ്നിഗോളം അവർക്ക് വെളിപ്പെട്ടു. ഞാനത് നാളെ ഒക്കെ അന്ന് പ്രൊജക്റ്റ് ചെയ്യാം. നാളെ നമുക്ക് ഓർഡിനേഷൻ്റെ ക്ലാസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ഓർഡിനേഷൻ ക്ലാസ് ആയിരിക്കില്ല ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം വരെ എടുത്ത നിശ്ചയമായും ഓർഡിനേഷൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ വന്നേ തീരും, അല്ലെ പിന്നെ ഓർഡിനേഷൻ ആകത്തില്ല. എന്നാൽ ഒരുപാട് ചേഞ്ചസ് ഈ പ്രാവശ്യം കൊണ്ടുവരുവാൻ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നു. ഇതുവരെയും വേണ്ട അത്ര ഇൻഫർമേഷൻ എനിക്കായില്ല. ഈ രാത്രിയിൽ ആയിക്കോളും. നാളെയല്ലേ വരേണ്ടത്, ഈ രാത്രിയിൽ ആയിക്കോളും. ദൈവം അത് ചെയ്തു തരും. ഓക്കെ, എനിക്ക് കാണേണ്ടതും ഞാൻ അറിയേണ്ടതും മാത്രം. അവർ പറയുന്നത് ഒരു അഗ്നിഗോളം അവർക്ക് പ്രത്യക്ഷമായി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വിവരമുള്ളവർ ഒരുപാട് പേര് അതുപോലുള്ള ചിത്രങ്ങൾ ഈവൻ വെബ്സൈറ്റിൽ നിറച്ചിരിക്കുക, ഇൻ്റർനെറ്റിൽ നിറച്ചിരിക്കുക. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഇറങ്ങി വന്നതെന്ന്. ഒരു വലിയ തീഗോളം അവർക്ക് പ്രത്യക്ഷമായി. ആ തീഗോളത്തിൻ്റെ പ്രത്യേകത ചിന്നിച്ചിതറുന്ന ജ്വാലകൾ അതിനകത്തുനിന്ന് തെറിച്ചുകൊണ്ടിരുന്നു. അതിനെയാണ് നമ്മൾ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളെന്നൊക്കെ മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടിയത്. വിത്ത് ക്ലോവൻ ടങ്സ് എന്നൊക്കെ ഇംഗ്ലീഷിൽ എഴുതിയത്. ഇതിനെയാണ് ഒരു അഗ്നിഗോളം അവർ കണ്ടു. അവർ നോക്കുമ്പോൾ അഗ്നിഗോളത്തിൽ നിന്ന് പല ജ്വാലകളും ചിന്നിച്ചിതറി വരികയാണ്. അതിൽ ചില ജ്വാലകൾ വന്ന് ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. ഈ ജ്വാലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. തൊട്ടേച്ച് പോകുന്നതല്ല, ഇത് പതിയുന്നതാണ്. പക്ഷേ തൊടുന്നതിനും പതിയുന്നതിനും ഇടയിൽ ചില ഘടകങ്ങളുണ്ട്. തൊടുന്നതിനും പതിയുന്നതിനും ഇടയിൽ ചില ഘടകങ്ങളുണ്ട്. 2 ദിവസം പ്രവചനം പറഞ്ഞു വെച്ചു 3-ാം ദിവസം പ്രവചിക്കാതെ പോകുന്നവരെയും 4-ാം ദിവസം കള്ളപ്രവചനം പറയുന്നവരെയും എല്ലാം ആത്മലോകം കണ്ടിട്ടുണ്ട്. ഞാനും ഈ ആത്മലോകത്തിൽ 12-ാം വയസ്സിൽ കയറി ജീവിതം തുടങ്ങിയതാണ്. ഇത് 79-ാം വർഷം വരെ കർത്താവ് നടത്തിയതിനായി സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 60 ശിഷ്ടം വർഷങ്ങൾ കർത്താവ് ഈ കൃപയിൽ നിർത്തിയതുകൊണ്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. പലതും ഞാൻ കണ്ടു. ഇത് കൊണ്ടത് വേറെ, പതിഞ്ഞത് വേറെ.
പതിയണമെന്നുണ്ടെങ്കിൽ ഒന്ന്, വ്യക്തിത്വത്തിൻ്റെ ക്വാളിറ്റി. രണ്ട്, ഞാനതിനെ എങ്ങനെ ദൈവകൃപയിൽ മെയിൻറ്റെയിൻ ചെയ്യും. എനിക്ക് നന്നായി അറിയാം, ഒരു സഹോദരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞത്, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ കേൾക്കാറുണ്ട്, ഇന്ന് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നോട് പറഞ്ഞ ഒരു കാര്യം, എനിക്ക് കൃപാവരങ്ങൾ ഞാൻ കൈകാര്യം ചെയ്ത് തുടങ്ങിയ ആളാണ്. യാക്കോബയ വിഭാഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭാ വിഭാഗങ്ങളിൽ നിന്ന്, എൻ്റെ ചെറുപ്പത്തിൽ ഇതിനെ യാക്കോബയ എന്നാണ് വിളിച്ചിരുന്നത്, അതുകൊണ്ട് അബദ്ധത്തിന് പദം വന്നു പോകും, ക്ഷമിക്കണം. ഓർത്തഡോക്സ് വിഭാഗങ്ങളിൽ നിന്ന് മുന്നോട്ട് വന്ന ഞാൻ പെന്തിക്കോസ്തിൽ വരെ എത്തി. കൃപാവരങ്ങൾ കൈകാര്യം ചെയ്ത് തുടങ്ങിയ സാഹചര്യത്തിലാണ് ട്രിനിറ്റിക്ക് വിരോധമായി ആരണ്ടൊക്കെ സംസാരിക്കുന്നത് കണ്ടത്. ട്രിനിറ്റിക്ക് വിരോധമായി. ട്രിനിറ്റി വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം, എനിക്കും അറിയാം. അതിന് വിരോധമായി ആളുകൾ സംസാരിക്കുന്നത് കണ്ടു. അതുകൊണ്ട് ട്രിനിറ്റി സ്ഥാപിച്ചുകൊണ്ട് സംസാരിക്കണം എന്നെനിക്ക് താല്പര്യമുണ്ടായി. എത്രയോ വിഷയങ്ങൾ സംസാരിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, അങ്ങനെ സംസാരിക്കണമെന്ന് താല്പര്യമുണ്ടായി. അങ്ങനെ സംസാരിക്കാൻ കഴിവുള്ള പല ആളുകളും സംസാരിച്ചതിനാൽ ഞാൻ അവരുടെ ഗ്രൂപ്പിൽ ചേർന്നു. എന്നോട് കർത്താവിൻ്റെ ദിവസം പറഞ്ഞ വാചകമാണ്. ഞാൻ ആ ഗ്രൂപ്പിൽ ചേർന്നു. പക്ഷെ ആ ഗ്രൂപ്പിന് ഒത്തിരി തകരാറുണ്ടായിരുന്നു. അവർ പരിശുദ്ധാത്മാവിൻ്റെ ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്നെങ്കിലും ആത്മപ്രവർത്തനത്തിൽ വിശ്വാസമില്ലാത്തവരാ. എൻ്റെ പാസ്റ്ററെ, യവന്മാരുടെ കൂടെ കൂടി എൻ്റെ കൃപാവരവും പോയി. അദ്ദേഹം പറഞ്ഞ പദമാ. ഞാൻ പെന്തക്കോസ്ത് വിഭാഗത്തിൽ വന്ന് കൃപാവരങ്ങൾ കൈകാര്യം ചെയ്തു തുടങ്ങിയ സാഹചര്യത്തിലാണ് ട്രിനിറ്റിയെക്കുറിച്ച് സംസാരിക്കുവാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയും അതുമായി നന്നായി സംസാരിക്കുന്ന ചിലരെ കണ്ടുമുട്ടുകയും അവരുടെ കൂടെ കൂടുകയും ചെയ്തു. ആ അസോസിയേഷൻ എന്നിലുള്ള കൃപാവരത്തെ നശിപ്പിച്ചു. എന്നോട് പറഞ്ഞ ഇവർക്ക് എൻ്റെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. കാര്യം 2 വർഷത്തോളമായി എനിക്കെൻ്റെ കൃപാവരം നഷ്ടപ്പെട്ടു, എനിക്കൊന്ന് റീഗെയിൻ ചെയ്യണം. ഇത് പറ്റണമെങ്കിൽ ഇതിനൊത്തിരി കണ്ടീഷൻസ് ഉണ്ട്. ഇത് വന്നു പോകുന്നതല്ല, എൻ്റെ മേൽ പറ്റിയിരിക്കേണ്ടതാ. തെറിച്ച ജ്വാല അനേകരുടെ മേൽ തൊട്ടിട്ടുണ്ട്. നിങ്ങളുടെ മേൽ പറ്റണോ, അതിന് ചില കണ്ടീഷൻസ് വേണം. ഒന്ന്, ദൈവിക വ്യവസ്ഥ. 2, ദൈവിക കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ പറ്റി നിന്നേ മതിയാകൂ. 3000 പേർ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാരോട് ചേർന്ന് സ്നാനമേറ്റു. അവർ അപ്പോസ്തലന്മാരോട് ചേർന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊണ്ടു. ലോകത്തിൽ നിന്ന് വേർപെട്ടു, അശുദ്ധനോട് വേർപെട്ടു. ഈ ദിവസങ്ങളിൽ പതിച്ചെടുക്കുവാൻ ചിലതെല്ലാം നമുക്ക് വേണ്ടതുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വരാം. അവർക്ക് വെളിപ്പെട്ട തീകോളത്തിൽ നിന്നും ചിന്നിച്ചിതറിയ ജ്വാലകൾ സഭയുടെ എല്ലാ ആവശ്യത്തിനും ഉതകുന്നതാണ്. ഇന്ന് ഞാനൊന്ന് എടുത്തു പറയട്ടെ. ഈ ചിന്നിച്ചിതറിയ ജ്വാലകളുണ്ടല്ലോ, ആ ജ്വാലകൾ കൊണ്ട് സഭയുടെ എല്ലാ കാര്യങ്ങൾക്കും പാളുകളെ പ്രാപ്തരാക്കാൻ കഴിയുമെന്നതിനാൽ ഈ 120 പേരുടെ മേൽ ദൈവം അത് അയച്ചു. 120 പേരുള്ള കൂട്ടത്തിൽ ഓരോരുത്തരും വ്യത്യസ്ത ഭാഷകൾ പറഞ്ഞു എന്ന് കരുതാം. വ്യത്യസ്ത അഭിഷേകങ്ങളും കൃപാവരങ്ങളും അവർ പ്രാപിച്ചു കാണും. ഞാൻ അവിടെ തൊട്ടോട്ടെ, നിൽക്കത്തില്ല, തൊട്ടു മാത്രമേ പറ്റത്തുള്ളൂ. 120 പേർ ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവം അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അവർ തുടരുന്നു. സ്തോത്രം. സംസാരിച്ചു തുടങ്ങി. ആ 120 പേരങ്ങ് പോയി. പകരം വേറെ 120 വീതം 1000 സ്ഥലങ്ങളിൽ ആ എണ്ണത്തിൽ കൂടി വണ്ണത്തിൽ കൂടി കർത്താവ് ഒരുക്കിയതിനായി സ്തോത്രം സംസാരിച്ചു തുടങ്ങി. കൂടി വന്നിരുന്ന സകലർക്കും അത് മനസ്സിലായി. ഇനിയും മനസ്സിലാകാത്ത, ഞാനിത് കഴിഞ്ഞ തലമുറയ്ക്ക് ഒരു 10 കൊല്ലത്തിന് മുമ്പേ ഒന്ന് വിശദീകരിച്ചതാണ്. ഒരു 10 വർഷം കഴിഞ്ഞാണ് ഇന്ന് ഒന്നുകൂടെ വിശദീകരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി. അന്ന് ആരെല്ലാം അവിടെ കൂടിയിരുന്നത്? ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും സകല രാജ്യങ്ങളിൽ നിന്നും ഭക്തിയുള്ള യഹൂദന്മാർ യെരുശലേമിൽ ഒരുമിച്ച് കൂടിയിരുന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ കാണാം. ശ്രദ്ധിച്ചോണേ ഒന്നുകൂടെ. ആകാശത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങളിൽ നിന്നും ഭക്തിയുള്ള യഹൂദന്മാർ അന്ന് യെരുശലേമിൽ കൂടിയിരുന്നു. അന്ന് കേരളത്തിൽ യഹൂദന്മാരുണ്ട്, ഭക്തിയുള്ള യഹൂദന്മാരുണ്ട്. അതുകൊണ്ടാണ് കൊച്ചിയിൽ യഹൂദ പള്ളി വന്നത്. അങ്ങനെയാണെങ്കിൽ കൊച്ചിയിൽ നാൾ പോയിട്ടുണ്ട്. അന്ന് ബീഹാറിൽ ഭക്തിയുള്ള യഹൂദന്മാരുണ്ട്, ആസാമിൽ ഭക്തിയുള്ള യഹൂദന്മാരുണ്ട്. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുക. കേരളത്തിൽ നിന്ന് പോയ യഹൂദന്മാർ മലയാള ഭാഷയാണ് സംസാരിക്കുന്നത്. ബീഹാറിൽ നിന്ന് പോയവർ ഹിന്ദിയോ ബീഹാറിയോ സംസാരിക്കുന്നത്. ആസാമിൽ നിന്ന് പോയവർ ആസാമീസോ ഹിന്ദിയോ സംസാരിക്കുന്നത്. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഭക്തിയുള്ള യഹൂദന്മാർ ഇവിടെ വന്നുകൂടി. എല്ലാവരും ഒരുപോലെ അന്യഭാഷ സംസാരിച്ചു. ആകാശത്തിന് കീഴിലുള്ള ആളുകൾ മുഴുവനും വട്ടം വന്നു കൂടിയിട്ട് അവർ പറഞ്ഞു, ഭാഷകൾ എണ്ണി പറഞ്ഞു. ഒരു 18 ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. 16 സ്ഥലപ്പേരുകളും കണ്ടേ അവിടെ ഉള്ളൂ. 16 സ്ഥലപ്പേരുകളേ ഉള്ളൂ. പക്ഷേ ആളുകൾ പറയുന്നത് ചില രാജ്യങ്ങളിൽ 2 ഭാഷ സംസാരിച്ചിരുന്നു.
അതുകൊണ്ട് എല്ലാം കൂടെ ആകത്തുക എണ്ണിയാലും 18 ഭാഷ കൂടുതലില്ല, അത്രയും പേരെ വന്നുള്ളൂ. ആ കൂട്ടത്തിൽ ആരെങ്കിലും ഒരുത്തിന് എഴുന്നേറ്റ് ഞാൻ മലയാളത്തെ കേട്ടല്ലോടാ എന്ന് പറഞ്ഞില്ലല്ലോ. അന്ന് കേരളത്തിൽ നിന്ന് ആൾ പോയിട്ടുണ്ട്. കാര്യം ആകാശത്തിൻ്റെ കീഴിലുള്ള സകല രാജ്യങ്ങളിൽ നിന്നും ഭക്തിയുള്ള യഹൂദന്മാർ വന്നിട്ടുണ്ട്, കേരളത്തിൽ നിന്നുണ്ട്. ഞങ്ങൾ ഹിന്ദി കേട്ടെന്നാരും പറഞ്ഞില്ലല്ലോ, എന്ന് ബീഹാറിൽ നിന്ന് ആൾ പോയിട്ടുണ്ട്. ഞങ്ങൾ ആസാമീസിൽ കേട്ടല്ലോ എന്നാരും പറഞ്ഞില്ലല്ലോ, എന്ന് ആസാമിൽ നിന്ന് ആൾ പോയിട്ടുണ്ട്. കേവലം 18 ഭാഷകളിൽ മനസ്സിലായി. ഒരു പക്ഷേ 120 പേർ കൂടിയിരുന്നതിൽ 2 പേർ ഒരു ഭാഷ സംസാരിച്ചു കാണും, വേറെ 2 പേർ വേറൊരു ഭാഷ സംസാരിച്ചു കാണും. അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. 2 ആയാലും ഒരു 18 ഭാഷക്കാർക്ക് മനസ്സിലായി. മനസ്സിലാകാതെ വന്ന ബാക്കിയുള്ളവർ വിളിച്ചു പറഞ്ഞു, ഇവർ പുതുവീഞ്ഞു കുടിച്ചവരാ. ഒരിടത്ത് അന്യഭാഷ സംസാരിച്ചു തുടങ്ങിയപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മറുവശത്ത് പരിഹാസം തുടങ്ങി. ഇത് രണ്ടും വളരുകയാ, എന്നുവരെ കൊയ്ത്തോളം വളരും. ഇത് രണ്ടും ഒരുമിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും കൊയ്ത്തോളം വളരും. ഇന്ന് രാത്രിയിൽ തീരുമാനിക്കേണ്ടത് നാം ഇതിലേതു കൂട്ടത്തിൽ നിൽക്കും. ഞാൻ ഇനി ഒരു മറുവശം തൊടാൻ പോകുകയാണ്. ന്യൂഡൽഹിയിൽ ഞങ്ങളായിരുന്ന സമയത്ത് തലവടി കുഞ്ഞുവൻ എന്ന് പറയുന്നയാളും, അദ്ദേഹം ഇന്ന് ഭൂമിയിലില്ല, അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഞാനും തലവടി കുഞ്ഞുവനും ചേർന്ന് ഞങ്ങളുടെ കൂടെ ഒരു ബ്രദർ പ്രിൻസ് ഉണ്ടായിരുന്നു. പ്രിൻസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ആലോചിച്ചു. പ്രിൻസിനെ എങ്ങോട്ട് എനിക്കറിഞ്ഞൂടാ പ്രിൻസ് എവിടെയാണെന്ന്. ഞങ്ങൾ 3 പേരും പെന്തിക്കോസുകാരാണ്. ഞങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടതിന് സ്വസ്ഥതയുള്ള ഒരു സ്ഥലം തേടി ഞങ്ങൾ ഒരു വയലിനകത്ത് പോയി. ഒരു വയലിനകത്ത് അടുത്തൊരു 2 കിലോമീറ്റർ ദൂരത്തിൽ ആരുമില്ലാത്ത ഒരു വയലാണ്. 2 കിലോമീറ്ററോളം അപ്രോക്സിമേറ്റ്ലി ഒരു എയർഫോഴ്സ് ക്യാമ്പുണ്ട്. അത് ഒഴിച്ചാൽ ഒരു 2 കിലോമീറ്ററോളം വട്ടത്തിൽ ആരുമില്ലാത്ത ഹരിയാനയിലെ ഒരു വയൽ പ്രദേശത്ത് ഞങ്ങൾ ഇരിക്കുക. ഞങ്ങൾ 3 പേരും കൂടെ അന്യഭാഷയിൽ പാട്ടുപാടി. ഞങ്ങൾ അന്യഭാഷയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണൻ എന്നു പേരുള്ള ഒരു എയർഫോഴ്സുകാരൻ, കാര്യം ഞങ്ങൾ ഇരിക്കുന്ന ലാൻഡ് എയർഫോഴ്സിൻ്റെയാണ്, അതിനോട് അടുത്തൊരു എയർഫോഴ്സ് ക്യാമ്പും ഉണ്ട്. കണ്ണൻ എൻ്റെ കൂടെ എൻ്റെ സെക്ഷന് ജോലി ചെയ്യുന്നയാളാണ്. കണ്ണൻ ഓടി വന്നിട്ട് സാർ 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 എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, ഞാൻ കണ്ണൂർ നോക്കിയപ്പോൾ കണ്ണനാ. അത് കണ്ണൻ എന്നെ പറ്റി, നീ എന്തിനാ വന്ന രാത്രിയിൽ? അല്ല സർ, നിങ്ങളെങ്ങനെയാണ് അറബി പറയുന്നത് വെച്ചാൽ? അറബി ഞങ്ങൾക്കാർക്കും അറബി അറിഞ്ഞുകൂടാ സർ, നിങ്ങൾ പറയുന്ന അറബി ഭാഷ. ഞാൻ പറഞ്ഞു, നിന്നോട് ആര് പറഞ്ഞു? ഞാൻ ദുബായ് ഇന്ത്യൻ സ്കൂളിൽ പഠിച്ചത്, ഞാൻ അറബി എക്സാമിനേഷൻ പാസ്സായതാ, എനിക്ക് അറബി നന്നായി സംസാരിക്കാൻ അറിയാം, നിങ്ങൾ സംസാരിക്കുന്നത് അറബിയാണ്. ഞാൻ ചോദിച്ചു, കണ്ണൻ നിനക്ക് മനസ്സിലാകുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം കൊണ്ടൊന്ന് പറഞ്ഞുതരാം. അവിടെ പറഞ്ഞു, സാറേ അങ്ങനെ പറയാൻ നിങ്ങൾ ബൈബിളിൽ നിന്നോ റിലീജിയസ് മെറ്റീരിയലിൽ നിന്നോ ഏതൊക്കെയോ ഭാഗങ്ങൾ റെസിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? വേദപുസ്തകത്തിൻ്റെ ഏതൊക്കെയോ ഭാഗങ്ങൾ നിങ്ങൾ കാണാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞു, കണ്ണാൻ നിനക്ക് മനസ്സിലായില്ല, ഇനി ഇവിടെ നിൽക്കരുത്, പൊയ്ക്കോ, കാര്യം ഞങ്ങളുടെ അന്തരീക്ഷം കളയണ്ട, പൊയ്ക്കോ, നിനക്ക് ഏതായാലും മനസ്സിലാകത്തില്ല, എന്തുവാ പറയുന്നത് നിനക്ക് വ്യക്തതയില്ല, നിനക്ക് ഭാഗമേ അറിയത്തുള്ളൂ. അന്നും ഇന്നും അന്യഭാഷ സംസാരിക്കുന്നത് മനസ്സിലാകുന്ന കേസുണ്ട്. കൽക്കട്ടയിൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ 17 റോയൽ സ്ട്രീറ്റിലുള്ള ഇന്ത്യൻ സ്കൂളിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു മണി ആൻറ്റി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര്, അച്ചായൻ്റെ പേര് മണിച്ചായൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അദ്ദേഹം അവരുടെ മക്കൾ ഒരു മോൻ ഇപ്പം ബാംഗ്ലൂരിലുണ്ട്. പ്രിൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് വിളിച്ചാൽ നല്ലതാണ്, കേൾക്കുന്നുണ്ടെങ്കിൽ. അവരുടെ മകൻ പ്രിൻസ് ഇവിടെ ബാംഗ്ലൂരിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആൻറ്റിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ജനമേ ഓർക്കുന്നുണ്ടോ? ഇല്ല, ആൻറ്റിയുടെ പേര് ഓർക്കുന്നില്ല. മണിച്ചായൻ്റെ ഭാര്യ, അല്ലെങ്കിൽ P.I. എബ്രഹാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേര്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സംസാരിക്കുമ്പോൾ, അന്യഭാഷ സംസാരിക്കുമ്പോൾ ചൈനീസ് ഭാഷ ഉപയോഗിച്ചിരുന്നു. ചൈനീസ് അറിയാവുന്നവർ തിരിച്ചറിഞ്ഞു, പക്ഷെ വേറെ ആർക്കും മനസ്സിലായില്ല, ചൈനീസ് അറിയാവുന്നവർക്ക് മാത്രം. ഇന്നും അപൂർവം കേസസ് ഉണ്ട്. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. എന്നാൽ ഇതുപോലെ അന്യഭാഷ സംസാരിച്ച കേസസ് ബൈബിളിൽ അധികമില്ല. അത് ആളുകളെ വിശ്വസിപ്പിക്കേണ്ടതിനും ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെയാ കുഞ്ഞുങ്ങളെ എന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കേണ്ടതിന് പിതാവ് തിരഞ്ഞെടുത്ത മെതേഡാ. അതിന് അമൻഡ് ചെയ്യുന്നത് എൻ്റെ ജോലിയല്ല, അതിൻ്റെ പുറകെ നടക്കുന്നത് എൻ്റെ ജോലിയല്ല. എൻ്റെ ജോലി യേശുവിൻ്റെ സാക്ഷിയാകുക, മറ്റേ പിതാവ് ചെയ്തോളും. ഞാൻ അനുഭവം മാത്രം പറഞ്ഞതേ ഉള്ളൂ. 120 പേരുടെ മേൽ ഇത് പകർന്നു. വ്യത്യസ്ത അഭിഷേകങ്ങൾ, വ്യത്യസ്ത തരങ്ങളിലുള്ള അഭിഷേകങ്ങൾ ജനത്തിൻ്റെ മേൽ പകർന്നു. വ്യത്യസ്ത തരങ്ങളിലുള്ള അഭിഷേകങ്ങൾ ജനത്തിൻ്റെ മേൽ പകർന്നു. ആ കൂട്ടത്തിൽ എന്തെല്ലാം അഭിഷേകങ്ങളാണുള്ളതെന്നറിയാമോ? ഒരൊറ്റ ജ്വാലയിൽ നിന്ന്, ഒരു സോഴ്സിൽ നിന്ന്, ഒരു തീക്കുണ്ടത്തിൽ നിന്ന്, ജ്വാലയല്ല, ഒരു തീക്കുണ്ടത്തിൽ നിന്ന്
ചിന്നിച്ചിതറിയ വ്യത്യസ്ത ജ്വാലകൾ വന്ന് വ്യത്യസ്ത വ്യക്തികളുടെ മേൽ പകർന്നു. നാളെ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുമ്പോൾ, എല്ലാവരുടെയും മേൽ ഒരേ കാര്യമാകാൻ വേണ്ടി ആരും പ്രാർത്ഥിക്കരുത്. ഒരുപാട് സഭകൾ പൊട്ടിത്തകരാനുള്ള കാരണം എല്ലാവർക്കും പാസ്റ്ററൽ അനോയിൻറ്റിങ്ങാണ് വേണ്ടത്. മോനെ, ഒരു സഭയിൽ എത്ര പാസ്റ്ററാണ്? നിങ്ങൾ തമ്മി തല്ലിക്കാനല്ല പരിശുദ്ധാത്മാവ് കലക്കത്തിൻ്റെ ആത്മാവല്ല. ഒത്തിരി പേർക്ക് ടീച്ചേഴ്സാകാൻ താല്പര്യമുണ്ട്, ഇവന്മാരെല്ലാം കൂടെ തമ്മി തല്ലുക. ഒത്തിരി പേർക്ക് പ്രവാചകന്മാരാകാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് കള്ളപ്രവചനന്മാരെ പറഞ്ഞുണ്ടാക്കുക. ഒത്തിരി പേർക്ക് രോഗശാന്തികൾ വേണമെന്ന് താല്പര്യമുണ്ട്, അതുകൊണ്ട് ഇല്ലാത്തത് നിർമ്മിക്കുക. പക്ഷെ ജെനുവൻ്റെ ഉള്ളതിനായി കർത്താവിനെ വാഴ്ത്തുന്നു. ജെനുവൻ്റെ ഉള്ളതിനാൽ കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ആ ജെനുവൻ്റെ പുറകെയാ. ചില അഭിഷേകങ്ങളെ ഞാനൊന്ന് തൊടാൻ പോകുകയാണ്. നിങ്ങളുടെ ആരുടെയും ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ഈ സമയം തൊടുന്നെങ്കിൽ, ചിലർക്ക് ഇത് കേൾക്കുന്ന ശരീരത്തൊരു രോമാഞ്ചം പോലെ ഉണ്ടാകും. ചിലർക്കിത് കേൾക്കുമ്പോൾ ഇത് കേൾക്കാനാണല്ലോ എന്നെ ഇപ്രാവശ്യം ഇവിടെ കൊണ്ടുവന്നതെന്നോ, ഓൺലൈനിൽ ഇരിക്കുന്നവർ ഇതിനാണല്ലോ ഇന്ന് ഇത് ട്യൂൺ ചെയ്തതെന്നോ, അല്ലെങ്കിൽ ഈ ലിങ്ക് എൻ്റെ കയ്യിൽ വന്നതെന്നോ ചിലർ ചിന്തിച്ചെന്ന് വരാം. ചിലതൊന്ന് ഓടിച്ചു പറഞ്ഞു പോകാം. 100 എണ്ണം കണ്ടേക്കാം. പക്ഷെ എനിക്കറിയാവുന്ന ചിലത് പാടുവാനൊരു അഭിഷേകമുണ്ട്. ഇവിടെ പാട്ടുപാടുന്ന കുഞ്ഞുങ്ങൾ അനേകരുണ്ട്, വലിയവരുണ്ട്. അവർക്കെല്ലാമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകവ്യാപകമായുണ്ട്. എന്നാൽ ചുരുക്കം ചിലർ പാടുമ്പോൾ ഭൂതങ്ങൾ ഇളകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചുരുക്കം ചിലർ പാടുമ്പോൾ ഇരിക്കാൻ വയ്യാതെ ഞങ്ങൾ തെറിക്കുന്നത് എനിക്കറിയാം. എന്നാ കാര്യമെന്നറിയാമോ? അവരുടെ നാവിൻ്റെ മേൽ പാടാനൊരു അഭിഷേകമുണ്ട്. പാട്ടുപാടുവാനുള്ള അഭിഷേകം. ഇന്ന് പകൽ ചിലരത് ചോദിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെയാണെങ്കിൽ പാട്ട് എഴുതാനുള്ള കൃപാവരമില്ലേ? പാട്ട് എഴുതാനൊരു കൃപാവരമുണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരുമിച്ച് മഹത്വീകരിക്കുന്ന അധികം പാട്ടുകൾ മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ട് അപ്രകാരം ഒരു പാട്ട് എഴുതാൻ താല്പര്യമുണ്ട്. ഞാൻ ഓർത്ത് നോക്കട്ടെ, ആരോടാ പറയുന്നത്? എന്നെപ്പോലൊരു മരമണ്ടനോട് പാട്ട് എഴുതാൻ പറഞ്ഞ് ഓക്കുന്ന കാര്യമല്ല. എനിക്കതിനോട് വിളിയില്ല, അതിനുള്ള ഒരു സെറ്റിൽമെൻറ്റ് എൻ്റെ കയ്യിലില്ല. ഞാൻ എന്നോട് എന്നാ പറയാനാ? കൂലിക്ക് പാട്ടെഴുതുന്നവനോട് പറഞ്ഞാൽ പാടാൻ കൊള്ളത്തില്ല, പിന്നെ ആത്മാവിൽ ആരാധിക്കാൻ കൊള്ളത്തില്ല. ഞാൻ ഷാജിക് പാസ്റ്ററെ വിളിച്ചു. അദ്ദേഹത്തിന് പാട്ട് എഴുതാനൊരു കഴിവുണ്ട്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, ഷാജി, നീ പാട്ട് എഴുതാറുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് ആത്മാവിൽ ആസ്വദിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആരാധിക്കാൻ കഴിയും. എനിക്ക് എൻ്റെ മനസ്സിലൊരു താല്പര്യമുണ്ട്. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരുമിച്ച് മഹത്വപ്പെടുത്തുന്ന ഒരു പാട്ട് വേണം. കഴിഞ്ഞ ദിവസം ഷാജി വിളിച്ചു വെച്ച് പറഞ്ഞത്, പാസ്റ്ററെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഞാൻ ഒരെണ്ണം എഴുതിയിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂർ വരാം, നിങ്ങളുടെ ടീമിനെ പഠിപ്പിക്കാം, ഒരുമിച്ച് പാടാം, ഞാൻ വരാം. പാട്ട് എഴുതാനൊരു കൃപാവരമുണ്ട്. ഇന്ന് പകൽ ചിലരത് ചോദിക്കുമോ? എന്തെങ്കിലും 4 വാക്കുകൾ പാടാൻ കൊള്ളാവുന്ന ആശയത്തിൽ വരച്ചു വെക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. ആളിനെ ഇളക്കുവാൻ തക്കവണ്ണം ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഉൾക്കരുത്തുള്ള പാട്ടുകൾ. കഴിഞ്ഞകാല ഭക്തന്മാർ പാടിയ എത്രയോ പാട്ടുകൾ ഇന്നും ചരിത്രത്തിൽ നിന്ന് മായാതെ എൻ്റെയും നിങ്ങളുടെയും നാവിൽ നിന്ന് ഉയരുന്നുണ്ട്. കാര്യം, അവരുടെ മേലൊരു അഭിഷേകം ഉണ്ടായിരുന്നു. പാട്ട് എഴുതുവാനുള്ള കൃപാവരം. പാട്ട് ട്യൂൺ ചെയ്യാൻ വേറെ കൃപാവരമാണ്. എനിക്ക് ട്യൂണിങ്ങിൻ്റെ സ്പെല്ലിങ് തന്നെ ശരിക്കും അറിഞ്ഞുകൂടാ, പോട്ടെ, അതിനുള്ള കൃപാവരം. ആരാധന നടത്താനൊരു കൃപാവരമുണ്ട്. ആരെങ്കിലും ഒരുത്തൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് എഴുതി വെച്ച പ്രോഗ്രാം വായിച്ചാൽ നോക്കും. ഇവിടെയൊക്കെ എഴുതി വെച്ച പ്രോഗ്രാം ഉണ്ട്. കഴിഞ്ഞ കല്യാണത്തിന് നടന്ന പ്രോഗ്രാം ഇപ്രാവശ്യം റീറൈറ്റ് ചെയ്യുന്ന പതിവില്ലാതെ അത് മതി. അതിനുള്ളതേ ഉള്ളൂ. എഴുതി വെച്ച ആരാധന പ്രോഗ്രാമുകൾ പലയിടത്തുമുണ്ട്. മോനെ, അതിനകത്തൊരു ദൈവശക്തി വ്യാപരിക്കത്തില്ലടാ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ചിലരൊന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവേ, ആരാധന നടത്തുവാനുള്ള കൃപാവരം എൻ്റെ മേൽ പകരണം. ആ ജ്വാല എനിക്ക് ആവശ്യമാണ്. പുസ്തകം എഴുതുവാൻ കൃപാവരങ്ങൾ വേണം. വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് പുസ്തകങ്ങൾ. തലമുറകളെ ഇളക്കി മറിക്കുവാൻ, ജനങ്ങളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, അല്ലെങ്കിൽ അകറ്റുവാൻ എല്ലാം കൊള്ളാവുന്ന എഴുത്തുകാരുണ്ട്. അത് കർത്താവേ, അതിനകത്ത് ദൈവത്തിന് വേണ്ടി എഴുതുവാൻ, പ്രസംഗിക്കാനൊരു കൃപാവരമുണ്ട്. ദൈവത്തിങ്കിൽ നിന്ന് അകറ്റുന്ന പ്രസംഗങ്ങൾ ധാരാളമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കൃപാവരക്കാരൻ്റെ കൃപാവരം കൂടെ ഇല്ലാതാക്കാൻ എവൻ്റെ കൂടെ ഒന്ന് കൂടിയാൽ മതി, കൂടുതലൊന്നും വേണ്ട. എന്നാൽ കർത്താവെ, എനിക്കതല്ല, എനിക്ക് ജനത്തെ കർത്താവിലേക്ക് ചൊടിപ്പിച്ച് അടുക്കുമാറാക്കുന്ന പുസ്തകങ്ങൾ എഴുതുവാനുള്ള ഒരു കൃപാവരം തരണമേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോഴും എൻ്റെ പേന എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു, പേന പിടിക്കുവാൻ കഴിയുന്നവരെ ഇന്ന് പകൽ ഈ രാത്രിയിൽ ദൈവത്തോട് പറ, എഴുതുവാൻ ഒരു കൃപാവരം എനിക്ക് വേണം. എൻ്റെ എഴുത്ത് വായിക്കുന്നവൻ വായിച്ചേച്ചുവാനല്ല, ഇത്രായിരം പുസ്തകം എഴുതിയെന്ന് മാത്രം പറയാൻ അല്ല. ഒത്തിരി പുസ്തകങ്ങൾ എഴുതുന്നത് നല്ലതാ, അത് ദൈവത്തിന് പ്രയോജനപ്പെടുന്നതാകുവാൻ. മക്കളെ വളർത്താൻ ഒരു അഭിഷേകമുണ്ട്. മാതാപിതാക്കൾ, പ്രത്യേകിച്ചും ന്യൂലി മാരീഡ്, ദൈവത്തോട് അഭിഷേകം ചോദിക്കണം. മക്കളെ വളർത്തുവാൻ ഒരു അഭിഷേകം, കുടുംബം ഭരിക്കുവാൻ ഒരു അഭിഷേകമുണ്ട്.
പുരുഷന്മാർ വളരെ പ്രത്യേകിച്ചും അത് ഏറ്റെടുത്ത് പഠിക്കേണ്ടതാണ്. കുടുംബത്തെ ഭരിച്ചു വളർത്തുവാൻ ഒരു അഭിഷേകമുണ്ട്. മക്കളെ വളർത്തുവാനുള്ള അഭിഷേകം, കുടുംബത്തെ ഭരിക്കുവാനുള്ള അഭിഷേകം. ഏറിയ ലീഡേഴ്സ് നിങ്ങളുടെ ഏറിയ ചൊവ്വെ വളർത്തിക്കൊണ്ടുവരുവാൻ ഒരു അഭിഷേകം വേണം. ഇല്ലത്തവൻ്റെ ഏറിയയിൽ ആൾ കൂടിയെന്ന് വരും, കൂടിയില്ലെന്ന് വരും, തമ്മിൽ തല്ലിയെന്ന് വരും, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചെന്ന് വരും. അതല്ല മോനെ പറയുന്നത്. അതിനകത്തുനിന്ന് ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ, അതിനകത്തുനിന്ന് പ്രയോജനപ്പെടുന്നവരെ എഴുന്നേൽപ്പിക്കുവാൻ ഏറിയകൾ നോക്കാൻ കൊള്ളാവുന്ന ഒരു അഭിഷേകം നമുക്ക് ആവശ്യമാണ്. ധനം ഉണ്ടാക്കുവാൻ ഒരു അഭിഷേകം വേണം. ഒരുപാട് പേര് ധനം തെറ്റാണെന്ന് പറയുന്നവരുണ്ട്. അവരെ ഒരു ബ്രാക്കറ്റിലിട്ട് മാറ്റിവെക്ക്. വളരെ പരസ്യമായി എനിക്കിന്ന് വിളിച്ചു പറയാൻ കഴിയും. പണം ഉണ്ടാക്കണമെന്ന് പറയുന്ന ആളാണ് ഞാൻ. പണം ഉണ്ടാക്കണം, പക്ഷേ മാതൃക വിടാതെ നിൽക്കുവാൻ കർത്താവ് ഇന്നും കൃപ തന്നതിനായി സ്തോത്രം. വേണ്ടെന്ന് പറയുന്ന പലർക്കും 2-3 മുറിയുള്ള വീടുകളുള്ളപ്പോൾ, 4-5 മുറിയുള്ള വീടുകളുള്ളപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന അക്കോമഡേഷൻ വന്ന് കാണാം. ഭൂമിയിൽ സ്വന്തമായി ഒരു ഇഞ്ച് ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ വന്ന ശേഷം വാങ്ങിച്ചു കൂട്ടാതെ പകരം കർത്താവിന് വേണ്ടി ചെയ്യുവാൻ തൻ്റെ ഇടമുള്ള ഒരാളുണ്ടെങ്കിൽ എഴുന്നേറ്റെതിരെ പ്രസംഗിക്ക്, നിൻ്റെ മേലൊരു അഭിഷേകം ഉണ്ടെന്ന് പറയാം. മറ്റേ കള്ളത്തരത്തിൻ്റെ അഭിഷേകമാണ്. ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയും വേറൊന്ന് വിളിച്ചു പറയുകയും. നോ എന്ന് പകൽ അതില്ലാതെ പല കർത്തൃദാസന്മാരോട് ഞാൻ വീട്ടിൽ വരാൻ പറയാറുണ്ട്. വരാൻ പറയുമ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, ഞങ്ങൾ താമസിക്കുന്ന അക്കോമഡേഷൻ അവരുടെ നിനക്കൽ തീരെ 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 മോശമാണ്. ഒരു പക്ഷേ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പലർക്കും തോന്നിയെന്ന് വരത്തില്ല. പലരോടും നിർബന്ധിച്ച് ഇരുത്തിയിട്ടുമുണ്ട്. കാര്യം താമസിക്കുന്ന അക്കോമഡേഷൻ അല്പം നിസ്സാരമാണ്. ഇന്ത്യയിലെ ലീഡിംഗ് ദൈവദാസന്മാരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു മൈസൂർ ബേച്ചാൻ. ബേച്ചാൻ ഇന്നും ജീവനോടുണ്ട്. കോടികളുടെ ഉടമസ്ഥനാണ്. അദ്ദേഹത്തിന് സ്വന്തം ബിസിനസ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ്. ദാറ്റ് ഈസ് ഗ്രേറ്റ്. ഈ സ്റ്റേജിൽ ഒരിക്കലും ഇരിക്കുന്ന സ്റ്റേജ് ഇപ്പോഴെങ്ങാണ്ട് തന്നെയായിരുന്നു. നമ്മുടെ ഈ സ്റ്റേജിൽ ഇത്രയും വലിപ്പമില്ലെന്ന് ഹോളിന്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ പറഞ്ഞ ഒരു പദം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എം എ വർഗീസിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇരിക്കാൻ ഇട്ട് തരാൻ ഒരു കസേര ഇല്ലാഞ്ഞതുകൊണ്ട് ഒരു മൂടയിൽ ഇരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ പിള്ളേർക്ക് തോന്നിയ കണ്ടാടിക്ക് നാണമില്ലേ ഇതൊക്കെ പറയാനെന്ന്. ഇവിടെ മോനെ ഒരു അഭിഷേകം ഉള്ളതുകൊണ്ട് പറയുകടാ. അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ പദം, എനിക്ക് ഭക്ഷണം വിളമ്പുവാൻ മേശയില്ലാഞ്ഞതുകൊണ്ട് ഒരു വീഞ്ഞപ്പെട്ടിയുടെ മുകളിൽ കടലാസിൻ്റെ ഷീറ്റിട്ട് അതിൻ്റെ മുകളിൽ വിളമ്പിയത് ഓർമ്മയുണ്ട്. എന്താഹാരമാണ് വിളമ്പിയെന്ന് അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും അങ്ങനെ വിലയുള്ളതൊന്നും വിളമ്പാൻ ഇല്ലാഞ്ഞതുകൊണ്ട് എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു. എന്നോട് എതിർക്കുന്നവർ സാമ്പത്തികം വേണ്ടെന്ന് പറയുന്നവൻ ഒരെണ്ണം മാതൃക കാണിച്ച് വെച്ച് പറയടാവുകയെ ഒരെണ്ണം. പക്ഷെ മറുവശം സഭയെ ദൈവം വളർത്തി, സഭ ജനങ്ങളെ ദൈവം വളർത്തി. ഇന്നിത് വേണ്ട എന്ന് പറയുന്നതിൽ പലരും കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ല, കാശ് തരണമെന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്യുന്ന ഒത്തിരി ഉണ്ട്. ഒക്കുന്നതൊക്കെ കൊടുക്കാറുമുണ്ട്. ധനം സമ്പാദിക്കുവാൻ ഒരഭിഷേകം വേണം. മക്കളെ വളർത്തുവാൻ അഭിഷേകം വേണം. കുടുംബം ഭരിക്കുവാൻ അഭിഷേകം വേണം. ഏറിയ നോക്കാൻ അഭിഷേകം വേണം. ധനമുണ്ടാക്കുവാൻ ഒരു അഭിഷേകം വേണം. പക്ഷെ ധനം നിങ്ങൾക്ക് വേണ്ടിയല്ല, യഹോവയുടെ ആലയത്തിൽ ഉണ്ടാകേണ്ടതിന്. യഹോവയുടെ ആലയത്തിൽ ഉണ്ടാകേണ്ടതിന് ധനം സമ്പാദിക്കുവാൻ. അല്ലെങ്കിൽ പാപിക്ക് ദൈവം കൊടുക്കുന്നത് തനിക്ക് പ്രസാദമുള്ളവൻ അനുഭവിക്കേണ്ടതിന്, അവൻ്റെ അടുക്കൽ വരേണ്ടതിന് ധനം സമ്പാദിക്കാനുള്ള കഷ്ടപ്പാട് കൊടുക്കും. അതില്ല ദൈവ പൈതലേ. ചിലരുടെ വാക്കിൻ്റെ മുമ്പിൽ ഉറവകൾ തുറന്നു വരും. ചിലരുടെ വാക്കിൻ്റെ മുമ്പിൽ ഉറവകൾ തുറന്നു വരും. നിങ്ങൾ ചിലരെ ദൈവം ശക്തീകരിക്കട്ടെ. എന്തിനു വേണ്ടി? ദൈവസഭയ്ക്ക് വേണ്ടി. ആരാധന സ്ഥലമുണ്ടാക്കാൻ ഒരു അഭിഷേകമുണ്ട്. ഇവിടുത്തെ ചർച്ച് കമ്മിറ്റിയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദാവീദ് ഉരുണ്ട് കളിച്ചിട്ട് ധനമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ആലയം പണിയാൻ അദ്ദേഹത്തെ ദൈവം റിജക്റ്റ് ചെയ്തു. പക്ഷെ ശലോമോന് അതിനുള്ളൊരു കൃപ ലഭിച്ചു. പണമുള്ളവരെ അനേകരെ കൊണ്ട് കഴിയാത്തത് പണമില്ലാത്ത ചിലരെ കൊണ്ട് ചെയ്യിക്കുവാൻ, ആലയം പണിയുവാൻ, ഒരാരാധന സ്ഥലമുണ്ടാക്കുവാൻ ഒരഭിഷേകമുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുവാൻ അത് ദാവീദിന് സാധിച്ചു. അദ്ദേഹം പലയിനം ഉപകരണങ്ങൾ ഉണ്ടാക്കി, പലയിനം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അതിനുള്ള സൗകര്യങ്ങൾ അദ്ദേഹം ചെയ്തു. 11 പ്രശ്നങ്ങൾ ഉണ്ടായാൽ കോടതിയിൽ പോകാതെ പറഞ്ഞു തീർക്കുവാനുള്ള ജഡ്ജിങ്ങിൻ്റെ കപ്പാസിറ്റി ഉള്ള ഒരഭിഷേകം. ഇന്ന് കണ്ടതിനെല്ലാം വേണ്ടാത്തവൻ കോടതി കയറുന്ന സാഹചര്യത്തിൽ ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ദൈവപൈതൽ അറിയട്ടെ. തൻ്റെ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ജ്ഞാനിയായ ഒരു മനുഷ്യൻ നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? ഉണ്ടാകണം. ഇത് ഈ അഭിഷേകത്തിൽ നടക്കണം. നാളെ പകൽ നമ്മൾ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
ഞാൻ എത്ര പേജാണ് ഇത്? 5 പേജാണ് എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത്. 1ാമത്തെ പേജിൽ നിൽക്കുന്നേ ഉള്ളൂ. ഒരിക്കലും സമയം എൻ്റെ കൺട്രോളിൽ നിൽക്കത്തില്ല. കാര്യം പരിശുദ്ധാത്മാവ് ഒരു പകർച്ച പകർന്നാൽ ഇറ്റ്സ് എ ബൾക്ക്. ഒരിക്കലും ഇച്ചിരിയും വീതം കൊടുക്കത്തില്ല. ഒരു ദിവസം പ്രവാചകനെ കൊണ്ടുവന്ന് ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കിഴക്കുവശത്തോട്ട് നിർത്തി. എന്നിട്ടൊരു1000 മുഴ വളർന്ന് നടക്കാൻ പറഞ്ഞു. എന്നോടാണ് 1000 മുഴ ഒരുമിച്ച് വളർന്നാൽ ഞാൻ പോകത്തില്ല, ഓരോ അടി വീതം വളക്കാൻ പറയും, അല്ലെങ്കിൽ 25 അടി വീതം വളക്കാൻ പറയും. മോനെ, ആ ചെറിയ അളവ് ദൂതനില്ല. ഞാൻ ഇന്ന് യേശുവിന് മീറ്റിങ്ങിനൊക്കെ വരാം, രക്ഷിതാവായി കുറച്ച് കാലത്തിൻ്റെ പോക്കിൽ. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ അത് ചെയ്യാം, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ സ്നാനപ്പെടാം, പിന്നെ ഒത്താൽ അഭിഷേകത്തിന് കാത്തിരിക്കാം. കളയിടൂ. പരിശുദ്ധാത്മാവ് വളക്കുകയാണെങ്കിൽ മിനിമം 1000 ഫീറ്റ്, 1000 അടി അങ്ങോട്ട് അളന്നു. അത് നടക്കാൻ എനിക്ക് ഒക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാവിനറിയാം. എൻ്റെ കയ്യെ പിടിച്ച് നടത്തുന്ന 1000 മുഴ വളർന്നു, എന്നെ നടക്കുമാറാക്കി. 1000 അടി നടന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, 2ാമത്തെ 1000 മുഴ വളക്ക്. എൻ്റെ ഓർമ്മ കുറഞ്ഞു തുടങ്ങിയ സാഹചര്യത്തിൽ റിസൈൻ ചെയ്ത് മാറി അടുത്ത തലമുറ ഏൽപ്പിക്കാൻ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടതിനാൽ എൻ്റെ ചർച്ചിൻ്റെ പ്രസിഡൻഷിപ്പ് അന്ന് റിസൈൻ ചെയ്തു. അന്ന് ഞാൻ എൻ്റെ മകൻ സുനിലിനോട് പറഞ്ഞൊരു വാചകമുണ്ട്. മോനെ, വേദപുസ്തകത്തിലുള്ളൊരു വാക്യമുണ്ട്, വാൾ പുതുതായി അരയ്ക്ക് കെട്ടുന്നവൻ വാൾ അഴിച്ചു വെക്കുന്നവനെ പോലെ അഹങ്കാരം പറയല്ലേ. കാര്യം ജീവിത അനുഭവങ്ങൾ കണ്ടതാ. ചോദിച്ചു പഠിക്കാൻ നിനക്കിവിടെ ദൈവം ആളെ തന്നു, ഒരു പ്രതിത്വം തന്നു. അതിൻ്റെ അർത്ഥം എല്ലാം പഴയ തലമുറയിൽ നിന്ന് പകർത്തുമെന്നല്ല, ദൈവത്തെങ്കിൽ നിന്ന് പ്രാപിച്ച് എന്ത് നടന്നിരുന്നുവെന്ന് അന്വേഷിച്ച് യോഗ്യമായി ചെയ്യുവാൻ പ്രാപ്തിയുള്ള ചിലരെ സ്വർഗം എഴുന്നേൽപ്പിക്കണം. അതിന് കഴിവുള്ളവരാരും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? പൗലോസ് ചോദിക്കുന്നൊരു ചോദ്യമാണ്. യാക്കോബിൻ്റെ ലേഖനം 3:1 പറഞ്ഞു വെച്ചാൽ ഇന്നങ്ങ് നിർത്തട്ടെ. ഇതേ സമയം ഓർത്തോണം, അധികം ശിക്ഷാവിധി വരുമെന്നറിയാൽ നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകാൻ ശ്രമിക്കരുത്. അഥവാ ഈ സഭ നടത്തുന്ന കൃപാവരം തന്നെ നോക്കാതെ ഇറങ്ങി നടന്ന് ക്രിയ ചെയ്യുന്ന കുറേ കൃപാവരങ്ങളൂടെ നോക്ക്. ഒത്തിരി പേരങ്ങ് ഉപദേഷ്ടാക്കന്മാരാക്കി മല അടിപിടി കൊണ്ട് പിന്നെ ഇരിക്കപ്പുറത്തില്ല. ഇലക്ഷനായി, മണ്ണംകട്ടയായി, എഴുത്തായി, വായനയായി, പോലീസായി, കാര്യമായി. ഇതിന് മെനക്കെടാതെ അധികം ശിക്ഷാവിധി വരാതിരിക്കേണ്ടതിന് അധികം പേര് ഉപദേഷ്ടാക്കന്മാരാക്കരുത്. പക്ഷേ പൗലോസ് പറഞ്ഞു, നിങ്ങളെല്ലാവരും പ്രവചിക്കണം, നിങ്ങളെല്ലാവരും അന്യഭാഷ സംസാരിക്കണം, നിങ്ങളെല്ലാം പാസേഴ്സാകണമെന്നല്ല, നിങ്ങളെല്ലാം പ്രവചിക്കണം. കാര്യം കേൾക്കുന്നവൻ്റെ ഹൃദയത്തിൽ കുത്തുകൊള്ളുമാറ്, കേൾക്കുന്നവൻ കർത്താവിലേക്ക് തിരിയുമാറ് ചിലതെല്ലാം നടന്നിരിക്കണം. ഒരിക്കൽ നോർത്ത് ഇന്ത്യയിൽ നിന്നൊരു സഹോദരി വന്നു. ഞാൻ അവരുടെ പേര് ഓർക്കുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ നിന്ന് ജഗദൽപൂരിൽ നിന്ന് ഒരു സഹോദരി വന്നു. എന്നോട് പറഞ്ഞൊരു ദൂതാണ്, ഞാൻ ജഗദൽപൂരിൽ ചെന്നപ്പോഴാണ് എന്നോടൊരു ദൂത് പറഞ്ഞതാ, നിൻ്റെ മൂത്ത മകൻ സുനിലുണ്ടല്ലോ, ജഗദൽപൂരുകാരെത്തി, പഠിച്ചിട്ടുണ്ടെങ്കിൽ 5ാം ക്ലാസ്, അതിന് താഴെ ഉള്ളൂ, വിദ്യാഭ്യാസമില്ലാത്ത ഒരാൾ. ഞാൻ ഏതാണെന്നും എൻ്റെ വീട് എവിടെയാണെന്നും മക്കൾ എത്ര ഉണ്ടെന്നോ ഇല്ലെന്നോ അറിയാൻ വയ്യാത്തതൊരു സ്ത്രീ എൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ചതാണ്. നിൻ്റെ മൂത്ത മകൻ സുനിലുണ്ടല്ലോ, അവനെ ഞാൻ ശുശ്രൂഷയ്ക്ക് വേർതിരിക്കും, നിൻ്റെ തലമുറകളിൽ ഞാൻ ഇന്നതെല്ലാം ചെയ്യും. ഇന്നവരെല്ലാം അറിയപ്പെടുന്നവരാ, ഇന്നവരെയെല്ലാം ലോകം കാണാറുണ്ട്. അന്ന് ആരെയും കണ്ടിട്ടില്ല. അന്ന് ഞങ്ങൾ എടുത്തുകൊണ്ട് നടക്കുന്ന കുഞ്ഞുങ്ങളാ. പേരറിയാവുന്നവർ പ്രവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രവചിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അധികം പേർ ഈ സഭാ ശുശ്രൂഷയിലേക്ക് വരരുത്, ഉപദേഷ്ടാക്കന്മാരാകാൻ നോക്കരുത്. അതുകൊണ്ട് പാപം കൂടും. ഇന്ന് പകൽ ദൈവമേ എന്നോട് ഇടപെട്ടതിനായി സ്തോത്രം. ഞാൻ ആഗ്രഹിക്കുന്ന ഒന്ന്, അർഹിക്കുന്ന ഒന്ന്, തിരിഹിതമുള്ളതെന്നെങ്കിൽ അതിൻ്റെ മാനിഫെസ്റ്റേഷൻ നാളെ നടക്കണേ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം, നമുക്കൊരു പ്രാവശ്യം പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഇടപെടേണ്ട ഭാഗങ്ങൾ സ്വർഗം ഇടപെട്ടതിനായി അടിയൻ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവേ, ദുഷ്ടൻ മുൻപിലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അടിയൻ ഉപയോഗിച്ച പദങ്ങളിൽ പലതും ആ ദുഷ്ടൻ്റെ കയ്യിൽ ചെല്ലാതെ ദൈവം പ്രയോജനപ്പെടേണ്ടവരുടെ കയ്യിലെത്തിക്കണേ, അതിനെ ഉപയോഗിക്കുന്നവരുടെ കയ്യിലെത്തിക്കണേ. അങ്ങയ്ക്ക് വേണ്ടി കൂത്തുകാഴ്ചയാകുവാൻ അങ്ങയുടെ ദാസന്മാർ മടിച്ചില്ലെങ്കിൽ അടിയനും മടിക്കുന്നില്ല. പക്ഷെ കർത്താവേ, അത് വീഴേണ്ട നിലത്ത് വീണത് പ്രയോജനമാകണമേ. ഞാൻ അങ്ങയുടെ ജനത്തെ ഒന്നുകൂടെ അനുഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ അടിയനെ ഏൽപ്പിച്ച സന്ദേശം, ആ ദർശനങ്ങൾ ജനത്തിലെത്തിക്കുവാൻ ഈ 2